എന്താണ് ഖുർആനിനെ കുറിച്ച് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം? കലാമുല്ലാഹി മുനസ്സലുൻ ഗൈറു മഖ്ലൂഖിൻ മിൻഹു ബദഅ ഇലൈഹി യഊദ്. ഇതാണ് ഖുർആൻ. കലാമുല്ലാഹ് അല്ലാഹുവിന്റെ സംസാരമാണ്. മുനസ്സൽ, അല്ലാഹു അത് അവതരിപ്പിച്ചിരിക്കുന്നു. അവന്റെ പക്കൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അത് കേട്ട് ആ വഹയുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഗൈറു മഖ്ലൂഖ്, അതെന്തല്ല, സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, ഒരിക്കലുമല്ല, മറിച്ച് അത് അള്ളാഹുവിന്റെ സംസാരമാണ്, അവന്റെ സിഫത്താണ്, അവന്റെ വിശേഷണമാണ്. മിൻഹു ബദഅ, അവനിൽ നിന്നാണ് അതിന്റെ തുടക്കം, അഥവാ അവനിൽ നിന്നാണ് അത് വന്നത്. ഇലൈഹി യഊദ്, അവനിലേക്ക് തന്നെ അത് തിരിച്ചു പോവുകയും ചെയ്യും. بسم الله الرحمن الرحيم. قال الإمام أبو بكر بن أبي داود رحمه الله: وقل غير مخلوق كلام مليكنا بذلك دان الأتقياء وأفصحوا ولا تك في القرآن بالوقف قائلا كما قال أتباع لجهم وأصجحوا ولا تقل القرآن خلق قرأته فإن كلام الله باللفظ يوضح. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മസ്ജിദിലെ വിദ്യാർത്ഥികളെ, ഇമാം അബൂബക്കർ ബിൻ അബി ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഹായിയയിലെ 3 വരികളാണ് നിങ്ങൾ കേട്ടത്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്, അവൻ്റെ വാക്കാണ് എന്ന അഹ്ലുസുന്നത്തിൻ്റെ സുപ്രധാനമായ വിശ്വാസം വിവരിക്കുന്ന 3 വരികളാണിത്. وقل غير مخلوق كلام مليكنا بذلك دان الأتقياء وأفصحوا. وقل നീ പറയുക, غير مخلوق كلام مليكنا, നമ്മുടെ മലീക്കായ പടപ്പുകളുടെ എല്ലാം യഥാർത്ഥ രാജാവായ അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ സംസാരം, അത് ഗൈറു മഖ്ലൂഖ്, അത് സൃഷ്ടിയല്ല. ബിദാലിക ദാനൽ അത്ഖിയാഉ വഅഫ്സഹു, ഈ വിശ്വാസമാണ് അള്ളാഹുവിനെ ഏറ്റവും നന്നായി സൂക്ഷിച്ച് ജീവിച്ചവർ, അഥവാ നമ്മുടെ മുൻഗാമികൾ വെച്ചു പുലർത്തിയത്. ബിദാലിക ദാനൽ അത്ഖിയാഉ, അത്ഖിയ എന്നാൽ തഖ്വയുള്ള മുൻഗാമികളാണ് ഇവിടെ ഉദ്ദേശം. അവരുടെ ദീൻ ഇതായിരുന്നു. വഅഫ്സഹു, ഇതായിരുന്നു അവർ ഒരു സംശയവും ഇല്ലാത്ത വിധം വ്യക്തമായി പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഇമാം ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാഹ് ഖുർആനും സുന്നത്തും പിൻപറ്റുക എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടുടനെ ഖുർആനിനെ കുറിച്ച് നമ്മുടെ വിശ്വാസം എന്താണ് എന്ന് പറയുന്നു. വഹി നാം പിൻപറ്റുന്നു. പരിശുദ്ധ ഖുർആൻ എന്ന വഹിയാകട്ടെ അള്ളാഹുവിൻ്റെ സംസാരമാണ്, അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല. ഈ വിശ്വാസം സുപ്രധാനമായ, നമ്മളേവരും ശ്രദ്ധയോടെ സൂക്ഷിച്ച് പഠിക്കേണ്ട വിശ്വാസമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളും കുട്ടികളുമെല്ലാം ഈ വിഷയം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു റബ്ബുൽ ആലമീൻ, നമ്മുടെ റബ്ബ്, അവൻ്റെ സിഫത്തുകളിലൊന്നാണ്, അവൻ്റെ വിശേഷണങ്ങളിലൊന്നാണ് അവൻ സംസാരിക്കുമെന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ സംസാരിക്കുന്നവനാണ്. അവൻ്റെ സംസാരത്തിന് അറ്റമില്ല, അതിന് തുടക്കമോ ഒടുക്കമോ ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം അവൻ തുടക്കമോ ഒടുക്കമോ ഇല്ലാത്തവനാണ്. ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅനാ ബിമിസ്ലിഹി മദദ. പറയുക, കടലിലെ വെള്ളം അത് എൻ്റെ റബ്ബിന്റെ സംസാരം എഴുതാനുള്ള മഷിയാക്കിയിരുന്നുവെങ്കിൽ അത് തീർന്നു പോകുമായിരുന്നു. എൻ്റെ റബ്ബിന്റെ കലാം അത് തീർന്നു പോകുന്നതിന് മുമ്പ് അതിന് തത്തുല്യമായി ഇനിയും സമുദ്രങ്ങൾ കൊണ്ടുവന്നാലും
വലൗ അന്ന മാ ഫിൽ അർദി മിൻ ഷജറത്തിൻ അഖ്ലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുറിൻ മാ നഫിദത് കലിമാത്തുല്ലാഹ്. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പറഞ്ഞു. നേരത്തെ ഓതിയ ആയത്ത് ഏത് സൂറത്തിലുള്ളതാണ്? സൂറത്തുൽ കഹ്ഫിൽ. 2 സൂറത്തുകളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ കലാമിനെ കുറിച്ച് പറഞ്ഞു. ഭൂമിയിലെ മരങ്ങളെല്ലാം പേനയാക്കിയാൽ അള്ളാഹുവിന്റെ കലാം എഴുതാൻ അതുകൊണ്ട് സാധിക്കുകയില്ല. സമുദ്രങ്ങളെല്ലാം മഷിയാക്കിയാൽ അള്ളാഹുവിന്റെ സംസാരം എഴുതി തീരുകയില്ല. എന്തുകൊണ്ടാണ്? കാരണം ഇതാരുടെ സംസാരമാണ്? പടപ്പുകളുടെ സംസാരമല്ല, തുടക്കമോ ഒടുക്കമോ ഇല്ലാത്തവന്റെ സംസാരമാണ്. അതുകൊണ്ട് അവന്റെ സംസാരത്തിനും തുടക്കമില്ല, ഒടുക്കമില്ല. കടൽ അത് എത്ര അധികം ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് മഹ്സൂറാണ്. അഥവാ അതിന് ഒരു നിശ്ചിത തോതുണ്ട്, ഒരളവുണ്ട്. അതെത്ര നമ്മുടെ മുന്നിൽ വലുതാണ് എങ്കിലും യഥാർത്ഥത്തിൽ അതിനൊരു കണക്കുണ്ട്. കാരണം അത് സൃഷ്ടിയാണ്. അള്ളാഹുവിന്റെ കലാമാകട്ടെ അത് സൃഷ്ടിയല്ല, മറിച്ച് അത് അള്ളാഹുവിന്റെ സിഫത്താണ്, അവന്റെ വിശേഷണമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ സംസാരിക്കും, അവൻ സംസാരിക്കും. യതകല്ലമുല്ലാഹ് ഇദാ ശാഅ ബിമാ ശാഅ കൈഫ ശാഅ. അള്ളാഹു അവൻ ഉദ്ദേശിച്ചാൽ സംസാരിക്കും. അവൻ ആദം അലൈഹിസ്സലാമിനോട് സംസാരിച്ചിട്ടുണ്ട്. ആദം അലൈഹിസ്സലാമിനെ പടക്കുന്നതിന് മുൻപ് മലായിക്കത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചിട്ടുണ്ട്. പരലോകത്ത് അവൻ സംസാരിക്കും അവന്റെ പടപ്പുകളോട്, സ്വർഗവാസികളോട് അവൻ സംസാരിക്കും. അവൻ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു സംസാരിക്കും. എന്ത് സംസാരിക്കും? അവൻ ഉദ്ദേശിച്ചത് സംസാരിക്കും. ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്. തൗറാത്തും ഇൻജീലും അള്ളാഹുവിന്റെ സംസാരമാണ്. അള്ളാഹുവിന്റെ കിതാബുകളെല്ലാം അള്ളാഹുവിന്റെ സംസാരമാണ്. അതുപോലെ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ സംസാരിക്കും. അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ സംസാരിക്കും. അവന്റെ സംസാരം എങ്ങനെ ഉള്ളതാണ്? അത് അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ കേൾപ്പിക്കും. അവൻ സംസാരിക്കുന്ന ശബ്ദം അവൻ ഉദ്ദേശിക്കുന്ന പടപ്പുകളെ അള്ളാഹു റബ്ബുൽ ആലമീൻ കേൾപ്പിക്കും. ആ സംസാരത്തെക്കുറിച്ച് അതുകൊണ്ട് നമ്മുടെ വിശ്വാസം എന്താണ്? ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതുപോലെ, ഷെയ്ഖുൽ ഇസ്ലാമിന് മുമ്പുള്ള പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. ഖദീമുൻ നൗഇ ഹാദിസുൽ അഹാദ്. ഖദീമുൻ നൗഅ് ഹാദിസുൽ അഹാദ് അഥവാ ആ സിഫത്ത് അള്ളാഹുവിന് ഉള്ളതാണ്. അഥവാ അവൻ തുടക്കമില്ലാത്തവനാണ് എന്നതുപോലെ അവന്റെ ആ വിശേഷണവും അവന് ഉണ്ട്. ഇതിന് തുടക്കമോ ഒടുക്കമോ ഇല്ല. എന്നാൽ ആ സംസാരം അവൻ ഉദ്ദേശിക്കുമ്പോൾ വീണ്ടും വീണ്ടും വരികയും ചെയ്യും. വീണ്ടും വീണ്ടും അത് അവൻ സംസാരിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇത് എങ്ങനെ വ്യക്തമായി പറയുന്നത്? കാരണം ഇതിലെല്ലാം പിഴച്ച വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന കക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്കത് മനസ്സിലാകും. അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട വിശ്വാസമാണ് അള്ളാഹുവിന്റെ സംസാരം എന്നാൽ അതിന് ഹർഫുണ്ട്, സൗത്തുണ്ട്. അഥവാ ആ സംസാരം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ കൂടിച്ചേർന്നതാണ്. അക്ഷരങ്ങൾ കൂടിച്ചേരാതെ സംസാരമില്ല. അതുപോലെ ആ സംസാരം ശബ്ദമുള്ളതാണ്. ശബ്ദമില്ലാതെ സംസാരമില്ല. എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത്? കാരണം ഇതിലെല്ലാം പിഴച്ച വിശ്വാസമുള്ള ആളുകളുണ്ട്, പിഴച്ച വിശ്വാസമുള്ള കക്ഷികളുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെ കുറിച്ച് പറഞ്ഞത് കാണാം. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു കദാ വകദാ ഹസന. ആരെങ്കിലും ഖുർആനിൽ ഒരു ഹർഫ് പാരായണം ചെയ്താൽ, ഒരു അക്ഷരം പാരായണം ചെയ്താൽ, അതിന് എന്ത് മനസ്സിലായി? ഖുർആൻ ഹർഫുകൾ കൂടി ചേർന്നതാണ്. അതുപോലെ നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആ സഹാബി പറഞ്ഞു, സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, യഹ്ശുറുല്ലാഹുൽ ഇബാദ്, അല്ലാഹു അവന്റെ പടപ്പുകളെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടും, അവരെ പരലോകത്ത് കൊണ്ടുവരും. ഫയുനാദീഹിം ബിസൗതിൻ, ശബ്ദം കൊണ്ട് അല്ലാഹു അവരെ വിളിക്കും. യസ്മഉഹു മൻ ബഅദ് കമാ യസ്മഉഹു മൻ ഖറബ്, അടുത്തുള്ളവർ കേൾക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ദൂരെ ഉള്ളവരും ആ ശബ്ദം കേൾക്കും. അല്ലാഹു പറയും, അനൽ മലിക് അനദ് ദയ്യാൻ, അല്ലാഹു പറയും ഞാനാണ് മലിക്, ഞാനാണ് ദയ്യാൻ എന്ന് പറയും. നോക്കൂ, അല്ലാഹുവിന്റെ സംസാരം എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. അത് അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നവരോട് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സംസാരിക്കും. അതിന് ശബ്ദവും അതുപോലെ അക്ഷരവുമുണ്ട്. അല്ലാഹുവിന്റെ വിശേഷണമാണത്. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അഞ്ച് പ്രയോഗങ്ങൾ അല്ലാഹു അവന്റെ സംസാരത്തെ കുറിച്ച് പറഞ്ഞത് കാണാം. ഒന്ന് കലാം. കലാം സംസാരത്തിന് അറബിയിൽ എന്ത് പറയും? കലാം എന്ന് പറയും. അത് ഖുർആനിൽ വന്നിട്ടുണ്ട്. യുരീദൂന അൻ യുബദ്ദിലു കലാം അല്ലാഹ്,
അള്ളാഹുവിന്റെ കലാം അവർ മാറ്റാൻ ശ്രമിക്കുന്നു. وإن أحد من المشركين استجارك فأجره حتى يسمع كلام الله. മുശ്രിക്കുകൾ വല്ലവരും നിന്റെ അരികിൽ അഭയം തേടി വന്നാൽ നീ അവർക്ക് അഭയം കൊടുക്കുക, അവൻ അഭയം കൊടുക്കുക. ഹത്താ യസ്മഅ കലാം അല്ലാഹ്, അള്ളാഹുവിന്റെ കലാം കേൾക്കട്ടെ. അതുപോലെ നോക്കൂ, ഖൗൽ എന്ന് വന്നിട്ടുണ്ട്, അതും സംസാരത്തിന് പറയുന്ന വാക്കാണ്. ഖാല അല്ലാഹ് ഖുർആനിൽ വന്നതല്ലേ, എത്ര തവണ വന്നിട്ടുണ്ട് ഖാല അല്ലാഹ്. അതുപോലെ വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, ഖൗൽ എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഹദീസ് എന്ന് വന്നിട്ടുണ്ട്, സംസാരത്തിന് ഹദീസ് എന്ന് പറയും. വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ, ഖുർആൻ വന്നതാണ്. അള്ളാഹുവിനേക്കാൾ സത്യം പറയുന്ന മറ്റാരുണ്ട്. അതുപോലെ മുനാദാത്ത് എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു വിളിച്ചു, വനാദൈനാഹു മിൻ ജാനിബി തൂർ, തൂർ പർവ്വതത്തിന്റെ വശത്ത് മൂസ അലൈഹിസ്സലാം ഉണ്ടായിരിക്കുന്ന മൂസ നബിയെ വിളിച്ചു. ദൂരെ ഉള്ളയാളെ വിളിക്കുന്നതിനാണ് എന്തു പറയുക? മുനാദാത്ത് എന്ന് പറയുക. നാദ എന്ന് പറഞ്ഞാൽ ദൂരെ ഉള്ള ആളെ വിളിക്കലാണ്. അങ്ങനെ അള്ളാഹു സംസാരിക്കും. അതുപോലെ മുനാജാത്ത്, അതും ആ രൂപവും വന്നിട്ടുണ്ട്. വഖറബ്നാഹു നജിയ, മൂസ അലൈഹിസ്സലാമിനെ നാം അടുത്തു വിളിച്ച് സംസാരിച്ചു. അടുത്തുള്ള ആളോട് സംസാരിക്കുന്നതിനാണ് മുനാജാത്ത് എന്ന് പറയുക. മുനാജാത്ത് എന്ന് പറയുക. അപ്പൊ നോക്കൂ, കലാം, ഖൗൽ, ഹദീസ്, മുനാജാത്ത് ഇതെല്ലാം അള്ളാഹുവിന് സ്ഥിരപ്പെട്ട രൂപത്തിൽ ഇതാ പരിശുദ്ധ ഖുർആനിൽ തന്നെ വന്നിരിക്കുന്നു. ഇത് നമ്മൾ ആമുഖമായി മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ സംസാരം, അവന്റെ കലാം എന്ന സിഫത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ കലാം എന്ന സിഫത്തിനെ കുറിച്ച് നോക്കൂ നിങ്ങൾ. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഈ കലാമിൽ പെട്ടതാണ് ഖുർആൻ. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. പക്ഷെ ഖുർആൻ മാത്രമാണോ അള്ളാഹുവിന്റെ കലാം? നിങ്ങൾ പറയും, ഖുർആൻ മാത്രം അല്ല. പിന്നെ തൗറാത്ത് അള്ളാഹുവിന്റെ കലാം, ഇൻജീൽ അള്ളാഹുവിന്റെ കലാമാണ്, സബൂർ അള്ളാഹുവിന്റെ കലാമാണ്. അതുപോലെ അള്ളാഹു അവന്റെ മലായികത്തിനോടും മുഅ്മിനുകളോടും എല്ലാം സംസാരിക്കും. അതെല്ലാം അള്ളാഹുവിന്റെ കലാമാണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. എന്താണ് ഖുർആനിനെ കുറിച്ച് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം? ഖുർആനിനെ കുറിച്ച് മുസ്ലിമീങ്ങളുടെ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം, കലാമുല്ലാഹി മുനസ്സലുൻ ഗൈറു മഖ്ലൂഖിൻ മിൻഹു ബദഅ ഇലൈഹി യഊദ്. കലാമുല്ലാഹി മുനസ്സലുൻ ഗൈറു മഖ്ലൂഖിൻ മിൻഹു ബദഅ വഇലൈഹി യഊദ്. ഇതാണ് ഖുർആൻ. കലാമുല്ലാഹ് അള്ളാഹുവിന്റെ സംസാരമാണ്. മുനസ്സൽ, അള്ളാഹു അത് അവതരിപ്പിച്ചിരിക്കുന്നു. അവന്റെ പക്കൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അത് കേട്ട് ആ വഹ്യുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ആ വഹ്യുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നിരിക്കുന്നു. ഗൈറു മഖ്ലൂഖ്, അതെന്തല്ല? സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, ഒരിക്കലുമല്ല. മറിച്ച് അത് അള്ളാഹുവിന്റെ സംസാരമാണ്, അവന്റെ സിഫത്താണ്, അവന്റെ വിശേഷണമാണ്. മിൻഹു ബദഅ, അവനിൽ നിന്നാണ് അതിന്റെ തുടക്കം, അഥവാ അവനിൽ നിന്നാണ് അത് വന്നത്. വഇലൈഹി യഊദ്, അവനിലേക്ക് തന്നെ അത് തിരിച്ചു പോവുകയും ചെയ്യും. എങ്ങനെയാണ് തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ, അവസാന കാലമായാൽ പരിശുദ്ധ ഖുർആൻ ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ഖുർആൻ പഠിച്ച ആളുകളുടെ ഹൃദയങ്ങളിലോ എഴുതി വച്ച ഗ്രന്ഥങ്ങളിലോ മുസ്ഹഫുകളിലോ അതുണ്ടാവുകയില്ല. അള്ളാഹു അതിനെടുത്തുയർത്തും. അതുകൊണ്ടാണ് പല മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്, അറിവ് എടുത്തുയർത്തപ്പെടുന്നതിന് മുൻപ് നീ അത് പഠിക്കുക. ഖുർആൻ അത് എടുത്തുയർത്തപ്പെടുന്നതിന് മുൻപ് പഠിക്കുക. അവസാന കാലത്ത് അള്ളാഹു അത് ഉയർത്തും. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം ഖുർആനെ കുറിച്ച്. ശ്രദ്ധിക്കുക ഒന്നുകൂടി, കലാമുല്ലാഹ് മുനസ്സലുൻ ഗൈറു മഖ്ലൂഖിൻ മിൻഹു ബദഅ വഇലൈഹി യഊദ്. അള്ളാഹുവിന്റെ കലാമാണ്, അവങ്കിൽ നിന്ന് അവതീർണമായതാണ്, സൃഷ്ടിയല്ല. അവനിൽ നിന്നാണ് അതിന്റെ തുടക്കം, അവനിലേക്ക് തന്നെ അത് തിരിച്ചു പോവുകയും ചെയ്യും. അവനിൽ നിന്ന് തന്നെ അത് തിരിച്ചു പോവുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, ജിബ്രീൽ അലൈഹിസ്സലാം റബ്ബിൽ നിന്ന് ഈ കലാം ശ്രദ്ധിച്ച് റബ്ബിൽ നിന്ന് അത് കേൾക്കുകയും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ അത് കേട്ടതാണ്, അതല്ലാതെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അത് വായിച്ചതല്ല. ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ ഉണ്ടോ ഇല്ലേ? പറയൂ നിങ്ങൾ. ഉണ്ട്, സംശയം. ലൗഹുൽ മഹ്ഫൂദിൽ ഇല്ലാത്തൊന്നുമില്ല. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം ലൗഹുൽ മഹ്ഫൂദിൽ വായിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്താണോ? അല്ല. ആ രൂപത്തിലുള്ള പിഴച്ച വിശ്വാസമുള്ളവരുണ്ട്.
ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്നത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പറഞ്ഞു കൊടുത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഓതി കൊടുത്തതാണ്. ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അതാണ് ഈ വരിയിൽ അദ്ദേഹം പറഞ്ഞത്, ബിദാലിക ദാനൽ അത്ഖിയാഉ വഅഫ്സഹു. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ഈ ദീനിന്റെ പണ്ഡിതന്മാരെല്ലാം അവരുടെ എല്ലാം അഭിപ്രായം ഇതാണ്. അവരെല്ലാം തെളിച്ചു പറഞ്ഞത് ഇതാണ്. ഇതിനെതിരായ വിശ്വാസമുണ്ടായപ്പോൾ അവരത് കൂടുതൽ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു. ഇമാം ലാലക്കായി റഹിമഹുല്ലാഹ് 500 പണ്ഡിതന്മാരുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ കിതാബിൽ ഉദ്ധരിച്ചത് കാണാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ആ പണ്ഡിതന്മാരുടെ വാക്ക് മാത്രമല്ല, ഖുർആൻ എങ്ങാനും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന ഇത്രയും പണ്ഡിതന്മാരുടെ അഭിപ്രായം അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നു. മുസ്ലിമീങ്ങളുടെ അഹ്ലുസുന്നത്തിന്റെ ഇജ്മാഅാണ്. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് വല്ലവനും പറഞ്ഞാൽ കാഫിറാണ് അവൻ എന്ന കാര്യത്തിൽ. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, വലഖദ് തഖല്ലദ കുഫ്റഹും 50 في 10 من العلماء في البلدان واللالكائي الإمام حكاه عنهم بل قد حكاه قبله الطبراني. ഇബ്നുൽ ഖയ്യിം തന്റെ നൂനിയയിൽ പറയുകയുണ്ടായി, അവർ അള്ളാഹുവിന്റെ കലാമിനെ നിഷേധിക്കുന്ന, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറയുന്നവർ കാഫിറാണ് എന്ന കാര്യത്തിൽ 10 നാടുകളിലെ 50 പണ്ഡിതന്മാർ വീതം മുൻഗാമികളായ പണ്ഡിതന്മാരുടെ വാക്ക് ഇമാം ലാലക്കായി ഉദ്ധരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് മുൻപേ തബറാനി റഹിമഹുമുല്ലാഹ് ഈ കാര്യം ഉദ്ധരിച്ചിരിക്കുന്നു. നോക്കൂ, നമ്മളിവിടെ വായിച്ച രണ്ടാമത്തെ വരിയിൽ പറഞ്ഞത് അതാണ്. വലാ തകു ഫിൽ ഖുർആനി ബിൽ വഖ്ഫി ഖായിലൻ കമാ ഖാല അത്ബാഉ ലിജഹ്മിൻ വഅസ്ജഹു വലാ തഖുൽ ഖുർആനു ഖൽഖുൻ ഖറഅതുഹു ഫഇന്ന കലാമല്ലാഹി ബിൽ ലഫ്ദി യൂദഹു. ഇതിനുശേഷം തെറ്റായ വിശ്വാസം ഈ കാര്യത്തിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കൂട്ടർ ജഹ്മികൾ എന്നറിയപ്പെടുന്ന വിഭാഗമാണ്. അഥവാ ഖുർആൻ അള്ളാഹുവിന്റെ സിഫത്തല്ല എന്ന് പറഞ്ഞവർ. യഥാർത്ഥത്തിൽ ഖുർആൻ അള്ളാഹുവിന്റെ സിഫത്തല്ല എന്നത് മാത്രമല്ല അവരുടെ വാദം, മറിച്ച് അള്ളാഹു സംസാരിക്കും എന്നതിനെ നിഷേധിച്ചവരാണവർ. സംസാരം എന്നത് അള്ളാഹുവിനില്ല, അള്ളാഹുവിന്റെ മുഴുവൻ സിഫത്തുകളെയും നിഷേധിച്ചവരാണ് ജഹ്മികൾ. ഇതാദ്യം പറഞ്ഞത് ജഹ്മ് ഇബ്നു സഫ്വാൻ എന്നവന് മുൻപേ അവൻ ദീൻ പഠിച്ച ജഅദ് ഇബ്നു ദിർഹം എന്നു പേരുള്ള ഒരുവനുണ്ട്. ജഅദ് ഇബ്നു ദിർഹം എന്നാണ് അവന്റെ പേര്. അവൻ പറഞ്ഞു, അള്ളാഹു മൂസാ നബിയോട് സംസാരിച്ചിട്ടില്ല, അള്ളാഹു ഇബ്രാഹിം നബിയെ ഖലീലായി തെരഞ്ഞെടുത്തിട്ടുമില്ല. ഖാലിദുൽ ഖസ്രി എന്നു പേരുള്ള മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയായിരുന്ന ഒരു അമീർ, അയാളെ അതിന്റെ പേരിൽ വധശിക്ഷ നടപ്പിലാക്കിയ അയാൾക്ക് ജഅദ് ഇബ്നു ദിർഹമിനെ കൊന്നുകളഞ്ഞു. അമീർ മുസ്ലിമീങ്ങൾക്ക് വലിയ സേവനമാണ് അതിലൂടെ ചെയ്തു കളഞ്ഞത്. ഒരു ഈദുൽ അദ്ഹയിൽ അദ്ദേഹം ജനങ്ങളോട് പ്രസംഗിച്ചു, ജനങ്ങളെ നിങ്ങളൊക്കെ നിങ്ങളുടെ ഉദ്ഹിയത്ത് അറുത്തുള്ളൂ, ഞാനിതാ ജഅദ് ഇബ്നു ദിർഹമിനെ അറുക്കാൻ പോവുകയാണ്. കാരണം അവൻ പറഞ്ഞു, ഇന്നല്ലാഹ ലം യുകല്ലിം മൂസാ തക്ലീമൻ വലം യത്തഖിദ് ഇബ്രാഹിമ ഖലീലൻ. മൂസാ നബിയോട് അള്ളാഹു സംസാരിച്ചിട്ടില്ല, ഇബ്രാഹിം നബി അള്ളാഹു ഖലീലായി തെരഞ്ഞെടുത്തിട്ടില്ല എന്നവൻ പറഞ്ഞിരിക്കുന്നു. അവനുള്ള ശിക്ഷ ഖാലിദുൽ ഖസ്രി എന്ന ഭരണാധികാരി നടപ്പിലാക്കിയുണ്ടായി. അവനിൽ നിന്നാണ് ജഹ്മ് ഇബ്നു സഫ്വാൻ എന്നു പേരുള്ള ഇസ്ലാമിൽ ഇത്രയും കുപ്രസിദ്ധനായ ഒരു മുബ്തദിഅ ഉണ്ടോ എന്ന് സംശയമാണ്. വലിയ കുഫ്റാണ് അവൻ പറഞ്ഞത്. ജഹ്മ് ഇബ്നു സഫ്വാൻ, അവന്റെ അനുയായികളാണ് ജഹ്മികൾ എന്ന് അറിയപ്പെടുന്നത്. അവനിൽ നിന്ന് അത് സ്വീകരിച്ച ആളുകൾ പലരുമുണ്ട്. ബിശ്ർ അൽ മിറീസി, അതുപോലെ അഹ്മദ് ഇബ്നു അബീ ദുആദ് തുടങ്ങിയവരൊക്കെ പിൽക്കാലത്ത് ഇതിന്റെ ആളുകളായി വന്നു. യഥാർത്ഥത്തിൽ ഈ വിശ്വാസം വന്നത് ഇവിടെ നിന്നാണ്. പല പണ്ഡിതന്മാരും ചൂണ്ടിക്കാട്ടിയത് കാണാം, ഇത് വന്നത് യഹൂദികളിൽ നിന്നാണ്, ജൂതന്മാരിൽ നിന്നാണ്. കാരണം ജഅദ് ഇബ്നു ദിർഹം അയാൾ പഠിച്ചത് ബയാൻ ഇബ്നു സമആൻ എന്നു പേരുള്ള ഒരാളിൽ നിന്നാണ്. ഈ ബയാൻ ഇബ്നു സമആൻ, അബാൻ ഇബ്നു സമആൻ എന്നും അയാളുടെ പേര്, 2 പേര് പറയാറുണ്ട്. ഈ ബയാൻ ഇബ്നു സമആന്റെ ഉസ്താദാരായിരുന്നു. അയാൾ ദീൻ സ്വീകരിച്ചത് താലൂത്ത് എന്നു പേരുള്ള ആളിൽ നിന്നാണ്. ഈ താലൂത്ത് ലബീദ് ഇബ്നുൽ അഅസമിന്റെ സഹോദരിയുടെ മകനായിരുന്നു. ലബീദ് ഇബ്നുൽ അഅസം ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ സിഹ്ർ ചെയ്ത യഹൂദി. ആ ലബീദ് ഇബ്നുൽ അഅസമിന്റെ പെങ്ങളുടെ മകൻ
താലൂത്തിൽ നിന്നാണ് ബയാൻ ഇബ്നു സമആൻ പഠിച്ചത്. ഈ ബയാൻ ഇബ്നു സമആനിൽ നിന്നാണ് ജഅദ് ഇബ്നു ദിർഹം ഇത് പഠിച്ചെടുത്തത്. അത് യഹൂദികളുടെ പാരമ്പര്യമാണ്. യഹൂദികൾക്ക് തൗറാത്ത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന വാദമുണ്ട്. തൗറാത്ത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന വാദമുണ്ട്. അതിൽ നിന്ന് കൈക്കൊണ്ടതാണ്. നോക്കൂ നിങ്ങൾ, എത്ര മോശമായ സനദാണത്. യഹൂദികളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിഹർ ചെയ്ത ജൂതനിലേക്ക് എത്തുന്ന വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞത്. ജഹ്മികളുടെ അതുപോലെ മുഅ്തസിലത്തിന്റെ വിശ്വാസം അള്ളാഹുവിന്റെ സിഫത്തുകളെ മുഴുവൻ നിഷേധിക്കുക എന്നതാണ്. അക്കൂട്ടത്തിൽ അള്ളാഹുവിന്റെ കലാം അവർ നിഷേധിച്ചു. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് അവർ പറഞ്ഞുണ്ടാക്കി. പിന്നീട് സഹോദരങ്ങളെ, ഈ ഫിത്ന വളരെ അപകടകരമായ രൂപത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിക്കുകയുണ്ടായി. നോക്കൂ, അള്ളാഹു സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്ന് പറഞ്ഞവരെ അവർ വിളിച്ചു ഇവർ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. എന്തുകൊണ്ടാണ്? കാരണം അള്ളാഹു സംസാരിക്കുമെന്ന് പറഞ്ഞാൽ സംസാരിക്കുകയാരുടെ പടപ്പുകളാണല്ലോ, മനുഷ്യരാണല്ലോ. അവരോട് അള്ളാഹുവിനെ അവർ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. നോക്കൂ, ഇവരിത് അള്ളാഹുവിന് കൈകളുണ്ടെന്ന് പറയുന്നവരാണ്, അള്ളാഹുവിന് മുഖമുണ്ടെന്ന് പറയുന്നവരാണ്, അള്ളാഹുവിനെ പടപ്പുകളെ പോലെ ആക്കുന്നവരാണ് എന്ന് പറയുന്നവരുടെ ഒരു പഴയ പതിപ്പാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് നോക്കൂ, നമ്മെ ഇത് പറഞ്ഞ് പരിഹസിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് തീർത്തും തെറ്റായ വിശ്വാസമാണുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് വരാം. നോക്കൂ, നിങ്ങൾ ആലോചിക്കുക, യഥാർത്ഥത്തിൽ എന്നിട്ട് അവരെന്താണ് ചെയ്തത്? അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ അവർ ആരോടാണ് ഉപമിച്ചത്? മിണ്ടാത്ത, സംസാരിക്കാനാകാത്ത, കഴിവുകെട്ടവരോടാണ് അവർ അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തിയത്. കാരണം ആരാണ് സംസാരിക്കാതിരിക്കുക? സംസാരിക്കാതിരിക്കുക എന്നത് ബിംബങ്ങളുടെ ന്യൂനതയായിട്ട് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതല്ലേ? അഫലാ യറൗന അല്ലാ യർജിഉ ഇലൈഹിം ഖൗല വലാ യംലികു ലഹും ദർറൻ വലാ നഫഅ. മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയപ്പോഴേക്കും പോയി വരുന്ന സമയത്തേക്ക് കാളക്കുട്ടി ആരാധിച്ചവരെ കുറിച്ച് അള്ളാഹു പറയുകയാണ്. അവർ ചിന്തിക്കുന്നില്ല, ആ കാളക്കുട്ടി അവരോടൊന്നും മിണ്ടുന്നില്ല, ഒരു വാക്ക് തിരിച്ചു പറയുന്നില്ല. അത് ബിംബങ്ങളുടെ ന്യൂനതയാണ്. ആ ന്യൂനതയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സംസാരിക്കുകയില്ല എന്ന് പറയുന്നവർ അള്ളാഹുവിന്റെ മേൽ ആരോപിക്കുന്നത്. എന്നാൽ ഈ ഫിത്ന പിന്നീട് വളരെയധികം മുസ്ലിം ഉമ്മത്തിൽ പതിയെ പതിയെ വന്ന് പിന്നീട് അത് വ്യാപകമായ ആളുകൾക്കിടയിൽ പ്രചരിച്ചു. ഫിത്നതു ഖൽഖുൽ ഖുർആൻ, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന വാദവും അതുകൊണ്ടുണ്ടായ വലിയ ഫിത്ന, ഫിത്നതു ഖൽഖുൽ ഖുർആൻ എന്ന പേരിൽ ഒരു വലിയ കുഴപ്പം തന്നെ, ഒരു കാലഘട്ടം തന്നെ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്നു. എപ്പോഴാണ് അത് സംഭവിച്ചത്? ഹിജറ 218 മുതൽ ഹിജറ 237 വരെയായിരുന്നു ആ കാലഘട്ടം. ഖലീഫ മഅ്മൂൻ ഇബ്ൻ ഹാറൂൻ റഷീദ് അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ ഫിത്ന അത് മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ കടന്നു വന്നത്. മഅ്മൂൻ ഹാറൂൻ റഷീദ് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഇസ്ലാമിക ലോകത്തെ ഖലീഫയുടെ മകനാണ്. അബ്ബാസി ഖലീഫയായിരുന്ന ഹാറൂൻ റഷീദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം വരെയുള്ള ഖലീഫമാർ പൊതുവെ എല്ലാവരും അഹ്ലുസുന്നത്തിന്റെ വഴിയിലായിരുന്നു. അഹ്ലുസുന്നത്തിന്റെ വഴിയിൽ നിന്ന് വിശ്വാസത്തിൽ പിഴച്ചുപോകുന്ന കാര്യങ്ങളൊന്നും അതിനു മുമ്പ് ഒരു ഖലീഫയിൽ നിന്നും അറിയപ്പെട്ടിട്ടില്ലായിരുന്നു. ഹാറൂൻ റഷീദ് റഹിമഹുല്ലാഹ് അദ്ദേഹം വരെ, അദ്ദേഹത്തിന് 2 മക്കളുണ്ടായിരുന്നു, അമീനും മഅ്മൂനും. ഇതിൽ മഅ്മൂന്റെ കാലത്താണ് യഥാർത്ഥത്തിൽ ഈ ഫിത്ന ആരംഭിച്ചത്. മഅ്മൂൻ ഈ ബിദ്അത്ത് പേറുന്ന അഹ്മദ് ഇബ്നു അബി ദുആദിനെ പോലെയുള്ള വഴിപിഴച്ച പണ്ഡിതന്മാരുടെ സ്വാധീനത്തിൽ അകപ്പെട്ടു. അയാൾ ബിശ്ർ അൽ മിരീസിയുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. ഇമാം അദ്ദാരിമി റഹിമഹുല്ലാഹ് അദ്ദേഹം നിങ്ങൾ കേട്ടിട്ടുള്ള ഹദീസിന്റെ ഗ്രന്ഥമായ സുനൻ അദ്ദാരിമി എഴുതിയ ഇമാം അദ്ദാരിമി അദ്ദേഹം മറുപടി എഴുതിയിട്ടുള്ള പിഴച്ച ആളാണ് ബിശ്ർ അൽ മിരീസി. അയാളുടെ സ്വാധീനത്തിൽപ്പെട്ട ആളായിരുന്നു ഖലീഫ അൽ മഅ്മൂൻ ഇബ്ൻ ഹാറൂൻ റഷീദ്. മഅ്മൂൻ ഈ സ്വാധീനത്തിൽ അകപ്പെടുകയും മുഅ്തസിലത്തിന്റെ വിശ്വാസം പേറുകയും അത് വലിയ ആവേശത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല
അദ്ദേഹം നാടുനീളെ തന്റെ ഉദ്യോഗസ്ഥന്മാരെ ഈ ആശയം പ്രചരിപ്പിക്കാനും ഇതിനെതിരിൽ സംസാരിക്കുന്നവരെ ദ്രോഹിക്കാനും അവരെ സ്ഥാനങ്ങളിൽ നിന്ന് മസ്ജിദിലെ ഇമാമത്ത് പോലുള്ള സ്ഥാനങ്ങളിൽ നിന്നൊക്കെ നീക്കം ചെയ്യാനും കൽപ്പന കൊടുത്തു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. മസ്ജിദുകളുടെ മുന്നിൽ എഴുതി വെക്കാൻ മഅ്മൂൻ ഉത്തരവിട്ടത്രേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ ഖുർആനി വഖാലിഖുഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ ഖുർആനി വഖാലിഖുഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുർആനിന്റെ റബ്ബും ഖുർആനിന്റെ സൃഷ്ടാവുമായ അല്ലാഹു. സുബ്ഹാനല്ലാഹ്, എത്ര പിഴച്ച കുഫറിന്റെ വാചകമാണ്. മസ്ജിദുകൾക്ക് മുന്നിൽ എഴുതി വെക്കാൻ മഅ്മൂൻ ഉത്തരവിട്ടത്രേ. നമ്മൾ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നേണ്ടത്, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ കുഴപ്പം പിടിച്ച ഈ അങ്ങേറ്റം പിഴച്ച വാദം ഹാറൂന്റെ മകൻ മഅ്മൂനെ ഈ രൂപത്തിൽ പിടികൂടിയത് അയാളുടെ അവസാന കാലത്തായിരുന്നു, മരണത്തോടടുത്ത കാലം. വലിയ പ്രായം എത്തിയിട്ടല്ല മരിച്ചത്, പക്ഷേ മരിക്കുന്നതിനോട് അടുപ്പിച്ചിട്ടാണ് ഈ ഫിത്ന ആളെ പിടികൂടിയത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നു മാത്രമല്ല, മരിക്കുന്ന സമയത്ത് തന്റെ സഹോദരനായ അൽ മുഅ്തസിം ബില്ലാഹ്, ഈ പേരുകളൊക്കെ മുഅ്തസിം, അൽ വാസിഖ് തുടങ്ങിയ പേരുകളെല്ലാം സ്ഥാനപ്പേരുകളാണ്. മുഅ്തസിം ബില്ലാഹ്, അൽ വാസിഖ് ബില്ലാഹ്, അൽ മുതവക്കിൽ അലല്ലാഹ് എന്നൊക്കെ ചില സ്ഥാനപ്പേരുകളിൽ ഖലീഫമാർ അറിയപ്പെടുമല്ലോ. ഏതായാലും ശരി, ഈ സഹോദരൻ മുഅ്തസിമിനെ മരണസമയത്ത് മഅ്മൂൻ വിളിച്ച് വസിയത്ത് പറഞ്ഞു, ഈ വാദം അത് മുറുകെ പിടിക്കണം. ഇതിന്റെ ആളായ അഹ്മദ് ബിൻ അബി ദുആദ് എന്ന വഴിപിഴച്ച പണ്ഡിതനുണ്ടായിരുന്നു, അയാൾക്ക് വലിയ സ്ഥാനം കൊടുക്കണം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ മഅ്മൂന് ശേഷം മുഅ്തസിം ഇബ്ൻ ഹാറൂൻ ഭരണമേറ്റെടുത്തു. തന്റെ സഹോദരനെ പോലെ തന്നെ ഈ വാദം പ്രചരിപ്പിക്കാൻ വലിയ അധ്വാനിച്ച, അതിനുവേണ്ടി നാട്ടിലെ അഹ്ലുസുന്നത്തിന്റെ ആളുകളെ ഉപദ്രവിച്ച ആളായിരുന്നു മുഅ്തസിമിന്റെ മജ്ലിസിൽ വെച്ചാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഖൽഖുൽ ഖുർആൻ എന്ന ഫിത്നയിൽ മുസ്ലിം ഉമ്മത്ത് അകപ്പെടാതിരിക്കുന്നതിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വലിയ പങ്ക് വഹിച്ച ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചത് മുഅ്തസിമിന്റെ പടയാളികളായിരുന്നു. മുഅ്തസിമിന്റെ സന്നിധിയിൽ, അയാളുടെ മുന്നിൽ വെച്ചായിരുന്നു ഉപദ്രവിച്ചത്. പിന്നീട് മുഅ്തസിം മരിച്ചുപോയി. അതിനുശേഷം അൽ വാസിഖ് ബിൻ മുഅ്തസിമിന്റെ മകൻ അൽ വാസിഖ് ബില്ലാഹ് അധികാരമേറ്റെടുത്തു. ഈ മൂന്ന് പേരിൽ ഏറ്റവും കടുത്ത നിലപാടുള്ളയാൾ വാസിഖായിരുന്നു. വാസിഖ് ബില്ലാഹ്, മുഅ്തസിമിന്റെ മകൻ വാസിഖ് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഈ വാദത്തിനു വേണ്ടി കഠിനമായി പരിശ്രമിച്ചു. ശക്തമായ നിലപാടുകൾ അതിനുവേണ്ടി എടുത്തു. കുപ്രസിദ്ധമായ പല കാര്യങ്ങൾ ചെയ്തു. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരാം. അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ അഹ്ലുസുന്നത്തിൽ ഉണ്ടാക്കി വെച്ചു. ഒടുവിൽ അയാൾ മരണപ്പെട്ടു. അതിനുശേഷം വാസിഖിന്റെ സഹോദരൻ മുതവക്കിൽ ഇബ്നു മുഅ്തസിം ഖലീഫയായി അധികാരത്തിലേറ്റു. അല്ലാഹു റബ്ബുൽ ആലമീൻ അദ്ദേഹത്തെ കൊണ്ട് ഈ ഫിത്ന അവസാനിപ്പിച്ചു. അദ്ദേഹം സുന്നത്തിനെ സ്നേഹിക്കുന്ന, അഹ്ലുസുന്നത്തിന്റെ വിശ്വാസത്തെ സ്നേഹിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ഭരണം ഏറ്റെടുത്തപ്പോൾ ഉത്തരവിട്ടു, ഇനി ഈ വിഷയം സംസാരിക്കരുത് എന്ന് ഉത്തരവിട്ടു. അഹ്മദ് ബിൻ അബി ദുആദ് എന്നു പേരുള്ള ആ വഴിപിഴച്ച ആളെ അകറ്റി നിർത്തുകയും പകരം ഇമാം അഹ്മദിനെ, രണ്ടും അഹ്മദാണ്, പക്ഷെ ഒന്ന് ഹിദായത്തിന്റെ അഹ്മദും മറ്റൊന്ന് ദലാലത്തിന്റെ അഹ്മദുമാണ്, ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ അടുപ്പിക്കുകയും അദ്ദേഹത്തിന് വലിയ സ്ഥാനങ്ങൾ അദ്ദേഹം കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് പല കാര്യങ്ങളും അഭിപ്രായം ചോദിക്കുകയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് ഇമാം അഹ്മദിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഈ ഫിത്ന മുസ്ലിം ഉമ്മത്തിൽ നിന്ന് നീക്കം ചെയ്ത ഒരു ഖലീഫയായിരുന്നു മുതവക്കിൽ ഇബ്ൻ മുഅ്തസിം ജസാഹുല്ലാഹു ഖൈറൻ അനിൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ റഹിമഹുല്ലാഹ്. നോക്കൂ, ഈ കാലമായിരുന്നു ഫിത്നയുടെ ഖൽഖുൽ ഖുർആന്റെ കാലം. ഹിജ്റ 218 മുതൽ ഹിജ്റ 237 വരെ. സഹോദരങ്ങളെ, ഈ ഫിത്ന ഒരു നിസാര കാര്യമായിരുന്നില്ല. അതിന്റെ ഗൗരവം എത്ര ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരേ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഒരേ ഒരു കാര്യം. എന്താണത്? ആ കാലത്ത് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, കലാമാണ്.
എന്ന് ഉറക്കെ പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തത് 5 പേരായിരുന്നു എന്നാണ്. 5 പേർ മാത്രം. ബാക്കി സകല ആളുകളും ഒന്നുകിൽ വാള് പേടിച്ച് കൊല്ലപ്പെടുമെന്ന് പേടിച്ച് മിണ്ടാതിരുന്നു. അതിൽ ചിലർക്ക് പലർക്കും അതിൽ ഇളവുണ്ടായേക്കാം. കൊല്ലപ്പെടുമെന്ന് പേടിച്ച്, ജീവനിൽ പേടിച്ച് ഒരാൾക്ക് വേണമെങ്കിൽ നാവുകൊണ്ട് താൻ വിശ്വസിക്കാത്ത കാര്യം പറയുന്നതിൽ തെറ്റില്ല. അമ്മാർ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ മുശ്രിക്കുകളുടെ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഖൽബിൽ അവിശ്വാസമില്ലാതെ നാവുകൊണ്ട് കൊലപാതകം പേടിച്ചിട്ട്, കൊല്ലുമെന്ന് പേടിച്ചിട്ട് അങ്ങനെ ചെയ്താൽ അത് കുറ്റമില്ല. മറ്റു പലരും ദുനിയാവിന് വേണ്ടി മാറ്റി പലരും പറഞ്ഞവരുണ്ടായിരുന്നു. അതുപോലെ വാള് പേടിച്ച് മിണ്ടാതിരുന്നവരും ചില മെഅറാദുകൾ ഉപയോഗിച്ച്, എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്കൊന്നു തോന്നും പറയുന്ന ആളുടെ ഉദ്ദേശം വേറെയായിരിക്കും. ചിലർ പറഞ്ഞത്രേ ഖുർആനും തൗറാത്തും ഇഞ്ചീലും സബൂറും ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ആൾ എണ്ണിയ തന്റെ വിരലുകളെയാണ് അത്ര ഉദ്ദേശിച്ചത്. ഇതൊക്കെ അള്ളാഹിന്റെ സൃഷ്ടികളാണ് എന്ന് പറഞ്ഞാൽ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെയൊക്കെ ചില ആളുകൾ പ്രയോഗിച്ചു എന്നാണ്. അങ്ങനെ ആ നിലക്ക് പ്രയോഗിക്കുന്നതിൽ ഇളവുണ്ട്. പക്ഷെ നോക്കൂ നിങ്ങൾ, 5 പണ്ഡിതന്മാർ അഹ്ലുസുന്നത്തിന്റെ മഹാന്മാരായ ഇമാമുമാർ അതിൽ ഉറച്ചു നിന്നു എന്നാണ്. അഹ്ലുസുന്നത്തിന്റെ മഹാന്മാരായ ഇമാമുമാർ അതിൽ ഉറച്ചു നിന്നു. നോക്കൂ, അതിലൊരാൾ ആരായിരുന്നു? അതിലൊരാൾ ഇമാം ബുവൈത്തി അബൂ യാക്കൂബ് യൂസുഫ് ഇബ്നു യഹ്യ റഹിമഹുല്ലാഹ്, അദ്ദേഹമായിരുന്നു അതിലൊരാൾ. ഇമാം ബുവൈത്തി അബൂ യാക്കൂബ് യൂസുഫ് ഇബ്നു യഹ്യ റഹിമഹുല്ലാഹ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തെ കുറിച്ച് സിയറു അലാമിൻ നുബലായിൽ നമുക്ക് കാണാം. ഇമാം ദഹബിയുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തെ ചില ആളുകൾ കാണുന്ന സമയത്ത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥിതി? എപ്പോഴും നാവിൽ അള്ളാഹുവിന്റെ ദിക്റായിരുന്നു. അദ്ദേഹത്തെ ഒരു ബഗലിന്റെ, ഒരു കോവർ കഴുതയുടെ പുറത്ത് അദ്ദേഹത്തെ ഇരുത്തി അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഇരുമ്പിന്റെ വളയം അണിയിച്ചിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഈ വലിയ മഹാനായ ഇമാമിനെയാണ് ഈ രൂപത്തിൽ ചെയ്യുന്നത്. കഴുത്തിൽ ഇരുമ്പിന്റെ വളയം അണിയിച്ചിട്ടുണ്ടായിരുന്നു. കാലുകളിലൊക്കെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ കഴുത്തിലെ വളയവും കാലിലെ വളയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ചങ്ങല ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ അദ്ദേഹത്തെ ചിലർ കാണുകയാണ്. ഇമാം ദഹബിയുടെ സിയറിൽ നമുക്ക് കാണാം. ആ ഒരു അവസ്ഥയിൽ നിൽക്കവേ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത്രേ, ഇന്നമാ ഖലഖല്ലാഹുൽ ഖൽഖ ബികുൻ ഫഇദാ കാനത് മഖ്ലൂഖ ഫകഅന്ന മഖ്ലൂഖൻ ഖുലിഖ ബിമഖ്ലൂഖ്. അല്ലാഹു പടപ്പുകളെ സൃഷ്ടിച്ചത് കുൻ എന്നവന്റെ വാക്കുകൊണ്ടാണ്. അല്ലാഹു കുൻ ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഉണ്ടായി. കുൻ എന്നത് ഒരു മഖ്ലൂഖാണെങ്കിൽ, അതൊരു സൃഷ്ടിയാണെങ്കിൽ, സൃഷ്ടിയെ പടച്ചു, സൃഷ്ടി കൊണ്ട് സൃഷ്ടി ഉണ്ടായി എന്ന് പറയേണ്ടി വരും. സൃഷ്ടി കൊണ്ട് സൃഷ്ടി ഉണ്ടായി എന്ന് പറയേണ്ടി വരും. അല്ല, മറിച്ചത് അല്ലാഹുവിന്റെ കലാമാണ്. വലഇൻ ഉദ്ഖിൽതു അലൈഹി ലഅസ്ദഖന്ന. ഖലീഫ വാസിഖിന്റെ അരികിൽ എന്നെ കൊണ്ടുപോയാലും ഞാൻ ഈ സത്യം തന്നെ പറയും. വല അമൂതന്ന ഫീ ഹദീദി ഹാദാ. ഇരുമ്പ് ചങ്ങലയിൽ കിടന്ന് ഞാൻ മരിച്ചു കൊള്ളാം. ഹത്താ യഅതിയ ഖൗമുൻ യഅലമൂൻ അന്നഹു ഖദ് മാത ഫീ ഹാദാ അശ്ശഅനി ഖൗമുൻ ഫീ ഹദീദിഹിം. എന്തിനു വേണ്ടിയാണ്? ഇതിനു ശേഷം വരുന്ന ആളുകൾ തിരിച്ചറിയണം, ഇതാ ഈ വിശ്വാസത്തിനു വേണ്ടി പലരും ചങ്ങലയിൽ കിടന്ന് മരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് റഹിമഹുല്ലാഹ്. സഹോദരങ്ങൾ, ഇത് നിസ്സാര കാര്യമല്ല. കുട്ടികളെ, നമ്മുടെ വിശ്വാസം അത് ഒരു നിസ്സാര കാര്യമല്ല, അതൊരു നേരം പോക്കല്ല. നമ്മുടെ ഈ അഖീദ സംരക്ഷിക്കാൻ നമ്മുടെ മുൻഗാമികളായ ഇമാമുമാർ ഇതുപോലെ ചങ്ങലയിൽ കിടന്ന് മരിച്ചിട്ടുണ്ട്. അങ്ങനെ സംരക്ഷിച്ച അഖീദയാണ്, അങ്ങനെ നമുക്ക് വന്നു കിട്ടിയ ദീനാണിത്. ഇത് പോകുന്നവനും വരുന്നവനും അവന് തോന്നിയതുപോലെ മാറ്റിമറിക്കാനും ഇല്ലാത്തത് പറയാനും നമ്മൾ സമ്മതിച്ചു കൊടുത്തുകൂടാ, വിട്ടുകൊടുത്തുകൂടാ. മറിച്ച് അല്ലാഹുവിന്റെ ദീൻ അത് പഠിക്കുകയും സംസാരിക്കുകയും അതിനെതിരിൽ വരുന്ന കാര്യങ്ങളെ നാവുകൊണ്ടും കൈകൊണ്ടുമെല്ലാം, നാവുകൊണ്ടും പേന കൊണ്ടുമെല്ലാം എതിർക്കുകയും വേണം. ഇതിനു വേണ്ടി ആളുകൾ മരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്തിനാണ് ഞാൻ ഈ ത്യാഗം സഹിക്കുന്നത്? എനിക്ക് ശേഷം വരുന്നവരറിയണം ഈ വിശ്വാസത്തിനു വേണ്ടി പലരും ചങ്ങലയിൽ കിടന്ന് മരിച്ചിട്ടുണ്ട് എന്ന് റഹിമഹുല്ലാഹ്. അതാണ് ഒരാൾ. അൽ ബുവൈത്തി ഇമാം അബൂ യാക്കൂബ് യൂസുഫ് ഇബ്നു യഹ്യ. രണ്ടാമത്തെ ഇമാം നുഐബ് ഇബ്നു ഹമ്മാദ് അൽ ഖുസാഇ റഹിമഹുല്ലാഹ്. അദ്ദേഹം ഇതുപോലെ ജയിലിൽ
ചങ്ങലയിൽ മരണപ്പെട്ടു. എന്താണ് ആളുകൾ അദ്ദേഹത്തെ ചെയ്തതെന്നറിയുമോ? അന്നത്തെ ഭരണകൂടവും കൂടെയുള്ളവരുമെല്ലാം ഒരു കുഴിയിൽ അദ്ദേഹത്തിന്റെ ശരീരം കുഴിച്ചിട്ടു. മയ്യിത്ത് തസ്കരിക്ക കൂടി ചെയ്യാതെ ഒരു കുഴി കുഴിച്ചു മൂടി. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്, ഇമാം ബുഖാരിയുടെ ഷെയ്ഖാണ് അബൂ നുഐം ഇബ്നു ഹമ്മാദ് ഖുസായി റഹിമഹുല്ലാഹ്. മൂന്നാമത്തെ പണ്ഡിതൻ ഇമാം മുഹമ്മദ് ഇബ്നു നൂഹ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തെ ഈ സത്യത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ എന്തു ചെയ്തു? ഇമാം അഹ്മദിനെയും അദ്ദേഹത്തെയും ഒരൊറ്റ ഒട്ടകത്തിന്റെ പുറത്ത് മുഖാമുഖം ഇരുത്തി പരസ്പരം ബന്ധിച്ച് ഒരു ഒട്ടകത്തിന്റെ പുറത്ത് രണ്ടുപേരെയും ഇരുത്തി ബഗ്ദാദിൽ നിന്ന് തർത്തൂസ് വരെ കൊണ്ടുപോവുകയാണ്. കാരണം അവിടെയായിരുന്നു അന്ന് ഖലീഫയായിരുന്ന മഅ്മൂൻ ഉണ്ടായിരുന്നു. ബഗ്ദാദ് തൊട്ട് തർത്തൂസ് വരെ ഒരു ഒട്ടകപ്പുറത്ത് ഈ രൂപത്തിൽ ബന്ധിച്ച് ഏതാണ്ട് 1000 കിലോമീറ്റർ ദൂരമുണ്ട്. 1000 കിലോമീറ്റർ ഈ രൂപത്തിൽ കൊണ്ടുപോവുകയാണ്. നോക്കൂ നിങ്ങൾ. എന്നിട്ട് നമുക്ക് കാണാം മഅ്മൂനിന്റെ അടുത്തെത്തിയ സമയത്ത് ഈ 2 ഇമാമുമാർ അള്ളാഹുവിനോട് ദുആ ചെയ്തു എന്നാണ്. ഇയാളുടെ മുഖം ഞങ്ങൾ കാണിക്കരുത്, അയാളുടെ മുന്നിൽ എത്തിക്കരുത്. അന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് 50 വയസ്സ് മാത്രം പ്രായമുള്ള, അതിൽ താഴെ പ്രായമുള്ള ഖലീഫ മഅ്മൂൻ മരണപ്പെട്ടു. ആൾ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. 2 ഇമാമുമാർ. മഅ്മൂൻ മരണപ്പെടുകയാണ് ഉണ്ടായി. പിന്നീട് ഖലീഫ മരണപ്പെട്ടത് കാരണത്താൽ 2 പേരെയും ഇതുപോലെ തിരിച്ചയച്ചു ബഗ്ദാദിലേക്ക് തന്നെ. ആ വഴിയിൽ ആ യാത്രക്കിടയിൽ ഇമാം മുഹമ്മദ് ഇബ്നു നൂഹ് റഹിമഹുല്ലാഹ് മരണപ്പെട്ടു. ഇത്രയും പ്രയാസകരമായ യാത്രയായിരുന്നു. നാലാമത്തെ ഇമാം അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇ. സുബ്ഹാനല്ലാഹ്. ഈ 5 പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വളരെ പ്രയാസം തോന്നുന്ന അനുഭവം നേരിട്ട പണ്ഡിതൻ ഇമാം ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തെ ഖലീഫ വാഥിഖ്, ഞാൻ നേരത്തെ പറഞ്ഞ 3 ഖലീഫമാരിൽ 3-ാമൻ, ഇതിൽ ഏറ്റവും കടുത്ത നിലപാടുണ്ടായിരുന്നയാൾ ഇതാണ് ചെയ്തത്. സ്വന്തം സന്നിധിയിലേക്ക് ഇമാം അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇയെ കൊണ്ടുവന്നു. എന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു. പറയുക, ഖുർആൻ അള്ളാഹുവിന്റെ, എന്താണ് നിങ്ങളുടെ വിശ്വാസം? ഇമാം അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇ വെട്ടി തുറന്നു പറഞ്ഞു, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, സൃഷ്ടിയല്ല. അതോടൊപ്പം അള്ളാഹുവിനെ കാണുക എന്ന അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം ഇൻഷാ അല്ലാഹ് ഇതിനു ശേഷം ഈ കവിതയിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലുള്ള വിശ്വാസങ്ങളും അദ്ദേഹം ഖലീഫയുടെ മുന്നിൽ വെട്ടി തുറന്നു പറഞ്ഞു. ഖലീഫ തന്റെ വാൾ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇയാളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്, എല്ലാവരും മാറി നിൽക്കുക. ഈ പോകുന്ന ഓരോ കാലടിയും ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ പ്രതിഫലം പ്രതീക്ഷിക്കുന്നു. കാരണം അവരുടെ കണ്ണിൽ ഇസ്ലാമിന്റെ ശത്രുക്കളെയാണ് ഈ കൊല്ലുന്നത്, ഈ ശ്രേഷ്ഠരായ ഇമാമുമാരെ. അങ്ങനെ വാഥിഖ് തന്റെ വാൾ കൊണ്ട്, തന്റെ കയ്യാൽ ഖലീഫ നേരിട്ട് ഇമാം അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇയെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരം സുർറമൻ റആഹ് എന്നു പേരുള്ള വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമുണ്ട്. സുർറമൻ റആഹ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അവിടേക്ക് ശരീരവും അദ്ദേഹത്തിന്റെ ശിരസ് ബഗ്ദാദിലേക്കും അയക്കുന്നു. എന്നിട്ട് ബഗ്ദാദിൽ തല കെട്ടിത്തൂക്കുകയും ഇങ്ങനെ അതിന്റെ മുകളിൽ എഴുതി വെക്കുകയും ചെയ്തു, ഹാദാ റഅസുൽ കാഫിർ അൽ മുശ്രിക് ضال അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇ. സുബ്ഹാനല്ലാഹ്. മുശ്രിക്കും കാഫിറും ضالുമായ അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇയുടെ ശിരസാണിത് എന്നതിന് മുകളിൽ അത് അവിടെ എഴുതി വെച്ചു എന്നാണ്. നോക്കൂ നിങ്ങൾ, ഹിജറ 231 ശഅബാൻ മാസം മുതൽ ഹിജറ 237 ഈദുൽ ഫിത്ർ കഴിയുന്നതുവരെ ഈ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ശിരസ് തൂക്കിയിട്ടിരുന്നു എന്നാണ്. പിന്നീട് അതിനുശേഷം അടുത്ത ഖലീഫ വരികയും കാര്യങ്ങൾ നേരെയാവുകയും ചെയ്തപ്പോൾ ആളുകൾ അദ്ദേഹത്തിന്റെ ശരീരവും ശിരസും ഒരുമിച്ച് ചേർത്ത് സാധാരണ പോലെ മറമാടുകയും ചെയ്തു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഈ 5 പേരിൽ 5-ാമൻ, അവരിൽ ഏറ്റവും ശ്രേഷ്ഠനും അവരിൽ ഏറ്റവും അറിവുള്ളവരും ആയ ഇമാം അഹ്മദാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹിമഹുല്ലാഹ്. ഇമാം അഹ്മദിനെ മുഅ്തസിമിന്റെ, 2-ാമത്തെ ഖലീഫ മുഅ്തസിമിന്റെ കാലത്ത്
അയാളുടെ അരികിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ബലാലത്തിന്റെ ഈ പിഴച്ച വിശ്വാസം പേറുന്ന ആളുടെ നേതാവായി അഹ്മദ് ബിൻ അബി ദുആദ് അവിടെ ഉണ്ടായിരുന്നു. അഹ്മദ് ബിൻ അബി ദുആദിന്റെ അതുപോലെ ആ രൂപത്തിൽ ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരുമായി ഇമാം അഹ്മദിന്റെ മുനാവറ നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയം സംസാരിച്ചു. ഇമാം അഹ്മദ് അവരോട് ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നതിന് ഖുർആനിൽ നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നോ ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവരിക. ഒരൊറ്റ തെളിവ് ഒന്നും കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല. എന്തെല്ലാം ദുർന്യായങ്ങൾ കൊണ്ടുവന്നോ ഇമാം അഹ്മദ് അതെല്ലാം തകർത്തു കൊടുത്തു. ഒന്നാമത്തെ ദിവസം ഇമാം അഹ്മദ് അവരെ പരാജയപ്പെടുത്തി. രണ്ടാമത്തെ ദിവസം വീണ്ടും സംസാരം നിശ്ചയിച്ചു. അതിലേറെ പരാജയപ്പെടുത്തി. ഇതൊക്കെ ഖലീഫയുടെ മുന്നിലാണ്. മൂന്നാമത്തെ ദിവസം അതിലേറെ പരാജയപ്പെടുത്തി. ഒടുവിൽ ഒരു രക്ഷയുമില്ല എന്ന് കണ്ടപ്പോൾ ഇത് മാറ്റി പറയാൻ വേണ്ടി ഇമാം അഹ്മദിനെ മർദ്ദിക്കാൻ, ക്രൂരമായി മർദ്ദിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ ചാട്ടവാറുകൾ കൊണ്ട് ആ മഹാനായ ഇമാമിനെ അടിക്കുകയാണ്. അടിച്ചടിച്ചടിച്ച് ഇമാം അഹ്മദിന്റെ കൈകളിലെ ഇരു കൈകളിലെയും മാംസങ്ങൾ അത് ജീവനില്ലാത്ത രൂപത്തിലായി പോകുന്ന, അതിന്റെ ശേഷി നഷ്ടപ്പെടുന്ന രൂപത്തിൽ അടിച്ചു. പിന്നീട് വൈദ്യൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ മുറിച്ച് ജീവനില്ലാത്ത മാംസങ്ങൾ ഇങ്ങനെ മുറിച്ച് എടുക്കാറുണ്ടായിരുന്നു എന്നാണ്. ഇങ്ങനെ ക്രൂരമായ മർദ്ദനത്തിനു ശേഷം പിന്നീട് മുഅ്തസിം എന്ന ഖലീഫ എന്തോ ഒരു പേടി പിടികൂടി എന്നാണ്. അയാൾ അതിനുശേഷം ഇമാം അഹ്മദിനെ വിട്ടയച്ചു. അതിനുശേഷം ഇമാം അഹ്മദിനോട് പറഞ്ഞു, താങ്കൾ എന്തു ചെയ്യരുത്, ഇനി നിങ്ങൾ ഈ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാനോ ഹദീസുകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനോ പാടില്ല, മിണ്ടരുത്, വീട്ടിൽ കഴിഞ്ഞുകൊള്ളുക. അങ്ങനെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അടുത്ത ഖലീഫ, അവസാനം പറഞ്ഞ ഖലീഫ വരുന്നത് വരെ, അദ്ദേഹത്തിന്റെ മരണത്തിന് ഏതാണ്ട് 4 വർഷം മുമ്പ് വരെ, ഇമാം അഹ്മദിന്റെ മരണത്തിന് 4 വർഷം മുമ്പ് വരെ ഈ രൂപത്തിലായിരുന്നു. മിണ്ടരുത്, ആളുകളോട് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല, ഈ രൂപത്തിൽ വിലക്കപ്പെട്ടായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ കഴിഞ്ഞുകൂടിയത്. സുബ്ഹാനല്ലാഹ്, ആരാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഏതെങ്കിലും ഒരു സാധാരണ ഒരു മതവിദ്യാർത്ഥിയോ ഒന്നുമല്ല, ഇമാമാണ്, ഇമാം അഹ്മദാണ്. സുബ്ഹാനല്ലാഹ്, അഹ്ലുസുന്നത്തിന്റെ 4 മദ്ഹബുകളുടെ ഇമാമുമാരിൽ ഒരാൾ, ഇമാമുസുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്. അദ്ദേഹം നേരിട്ട പരീക്ഷണമായിരുന്നു ഇത്. സുബ്ഹാനല്ലാഹ്. എന്നാൽ അതിനുശേഷം അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഫിത്ന മുസ്ലിം ഉമ്മത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ഈ കുഴപ്പത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് രക്ഷപ്പെടുകയും ചെയ്തു. ഇതാണ് ജഹ്മികളുടെ വിശ്വാസം. അവർ ഈ രൂപത്തിൽ വലിയ ഫിത്ന മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാക്കിയിരുന്നു. നോക്കൂ നിങ്ങൾ, അതാണ് ഈ വിഷയത്തിൽ പിഴച്ച ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി. ഇതിൽ മറ്റൊരു കക്ഷിയുണ്ട്, അതേക്കുറിച്ചാണ് തൊട്ടടുത്ത വരിയിൽ ഇമാം ഇബ്നു അബി ദാവൂദ് പറഞ്ഞിട്ടുള്ളത്. വലാ തകു ഫിൽ ഖുർആൻ ബിൽ വഖഫ് ഖായിലൻ കമാ ഖാല അത്ബാഉ ലിജഹ്മിൻ വഅസ്ജഹു. വലാ തകു, നീ ആയിത്തീരരുത്, ഫിൽ ഖുർആൻ ബിൽ വഖഫ് ഖായിലൻ, അതിൽ വഖഫിന്റെ ഖൗല് നീ പറയരുത്. ആരാണ് ഈ വഖഫിന്റെ ഖൗല് പറഞ്ഞവർ? അഹ്ലുസുന്നത്തും അതുപോലെ ജഹ്മികളും. ഈ 2 വിരുദ്ധമായ വിശ്വാസത്തിന്റെ പേരിൽ പരസ്പരം 2 ചേരിയിൽ നിൽക്കുമ്പോൾ ഇടയിലൊരു കക്ഷി വന്നു, ഇടയ്ക്കൊരു കൗമ വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ പറയും ഖുർആൻ അള്ളാഹുവിന്റെ കലാം, കാരണം കലാം എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്, പക്ഷേ അത് സൃഷ്ടിയാണോ സൃഷ്ടിയല്ലേ എന്നൊന്നും നമ്മൾ പറയുന്നില്ല, നമ്മൾ അതിൽ ഒന്നും പറയുന്നില്ല. ഇതാണ് വാഖിഫ എന്നറിയപ്പെട്ട ഒരു കക്ഷി. സുബ്ഹാനല്ലാഹ്, യഥാർത്ഥത്തിൽ അവരെ ഇമാം അഹ്മദിനെ പോലെയുള്ളവർ വിളിച്ചത് അൽ വാഖിഫ ജഹ്മിയ എന്നാണ്. ഒരു ജഹ്മികൾ തന്നെയാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല, അവരെക്കാളും പഴച്ചവരാണ്, അവരെക്കാളും ഉപദ്രവകാരികളാണ്. നോക്കൂ, ഇമാം ഇബ്നു അബി ദാവൂദും അവരെ ജഹ്മികൾ എന്നാണ് വിളിക്കുന്നത്. ഈ വരിയിൽ എന്താണുള്ളത്? കമാ ഖാല അത്ബഉ ലിജഹ്മിൻ വഅസ്ജഹു, ജഹ്മിന്റെ അനുയായികൾ പറഞ്ഞതുപോലെ. വഅസ്ജഹു, അസ്ജഹു എന്നാൽ അതിനോട് അവരുടെ മനസ്സ് ഒന്ന് ചാഞ്ഞു. ആ അഭിപ്രായം അവർക്കൊരു യോജിച്ച അഭിപ്രായമായി അനുഭവപ്പെട്ടു. യഥാർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ, ചില ആളുകൾ അങ്ങനെയായിരിക്കും. 2 നേരെ വിരുദ്ധമായ കാര്യങ്ങൾ വന്നാൽ ചിലർ വിചാരിക്കും അതിനിടയിൽ പോയി നിന്നാലേ ശരിയാവുകയുള്ളൂ എന്ന്. അല്ല സഹോദരങ്ങളെ, ശരിയായ വിശ്വാസവും അതിന് നേരെ വിപരീതമായ കാര്യവും വന്നാൽ ശരിയായ വിശ്വാസം തീർത്തു പറഞ്ഞാലേ ശരിയാവുകയുള്ളൂ.
അതല്ലാതെ അതിനിടയിൽ പോയി നിൽക്കലല്ല ശരി, അതല്ല ശരി. അതുകൊണ്ടാണ് അവരെ കൂടുതൽ അപകടം എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു. എന്തുകൊണ്ടാണ്? കാരണം സാധാരണക്കാരായ ചില ആളുകൾ വിചാരിച്ചേക്കും, നോക്കൂ, അള്ളാഹുവിന്റെ കലാം മഖ്ലൂഖ് അല്ല ഖുർആൻ എന്ന് പറയുന്ന ഒരു കൂട്ടർ, അല്ലാതെ മഖ്ലൂഖാണെന്ന് പറയുന്ന ഒരു കൂട്ടർ. ഇടയിൽ ഒരു ടീം വന്നിട്ട് പറയുകയാണ് എന്ത്, അത് മഖ്ലൂഖാണോ അല്ലേ സൃഷ്ടിയാണോ അല്ലേ എന്നൊന്നും നമ്മൾ പറയാനില്ല. അപ്പൊ ചില ആളുകൾക്ക് തോന്നും ഇതല്ലേ ഒരു മധ്യമ നിലപാട്, ഒരു സൂക്ഷ്മതയുള്ള നിലപാട് എന്ന് ചിലപ്പോ ചില ആളുകൾക്ക് തോന്നിയേക്കും. അതുകൊണ്ടാണ് അവർ കൂടുതൽ അപകടകാരികളാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇവിടെ സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വസതിയ്യ, മധ്യത്തിൽ നിൽക്കുക, മധ്യമ നിലപാട് സ്വീകരിക്കുക, മിതത്വം പാലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കുക സഹോദരങ്ങൾ. ഈ പാഠം നമുക്ക് വലിയ ഉപകാരം ചെയ്യും. എന്താണത്? മിതത്വം പാലിക്കുക, നടുവിൽ നിൽക്കുക എന്നത് അല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് അത് നമ്മൾ എത്തിച്ചേരുന്ന ഫലമാണ്, വിഗായത്തല്ല, അത് നതീജത്താണ്. നിങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പക്ഷത്താണ് നിൽക്കേണ്ടത്. ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പക്ഷം നിങ്ങൾ സ്വീകരിച്ചാൽ പൊതുവെ നിങ്ങൾ മിതത്വമുള്ളവരായിരിക്കും, നിങ്ങൾ മധ്യമ നിലപാടിൽ എത്തിച്ചേരും. അല്ലാതെ ഏത് കാര്യത്തിൽ അതിന്റെ നടുവിലെവിടെയാണ് എന്ന് നോക്കി അന്വേഷിച്ച് അതിലെത്താനല്ല നമ്മൾ ശ്രമിക്കുക. നമ്മൾ ശ്രമിക്കേണ്ടത് എന്താണ്? ഏത് വിഷയത്തിലും ഖുർആനും സുന്നത്തും എന്തു പറയും, നമ്മുടെ മുൻഗാമികൾ അത് എങ്ങനെ മനസ്സിലാക്കി, അവിടെ നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. അവിടെ നിന്നോ അത് മധ്യമ നിലപാടായിരിക്കും, അത് ഫലമാണ്. മധ്യമ നിലപാടിലായിത്തീരുക എന്നത് ഫലമാണ്. അതല്ലാതെ മധ്യമ നിലപാട് ഏതാണെന്ന് നോക്കി നടക്കലല്ല നമ്മുടെ ലക്ഷ്യം. അതല്ല നമ്മുടെ ലക്ഷ്യം ഖുർആനും സുന്നത്തും നോക്കണം. മുൻഗാമികളുടെ സലഫുകളുടെ മൻഹജ് എന്താണോ അത് നോക്കി അവിടെ നിൽക്കലാണ്. എങ്കിൽ ഉറപ്പാണ് നമ്മൾ എവിടെയായിരിക്കും? വസതിയ്യത്തിലായിരിക്കും, ഇഅ്തിദാലിലായിരിക്കും. അല്ല, അതാണ് വസതിയ്യ, അതാണ് മധ്യമ നിലപാട്, അതാണ് ശരിയായ മിതത്വം എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഇങ്ങനെ വാഖിഫ എന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അത് ജഹ്മികളുടെ വാദം തന്നെയാണ് യഥാർത്ഥത്തിൽ. കാരണം ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ സൃഷ്ടിയല്ലേ എന്ന് നമുക്കറിയില്ല എന്ന് പറയൽ തീർത്തും പിഴച്ച ജഹ്മികളുടെ വാദം തന്നെയാണ്. ഇനി നോക്കൂ, അടുത്തത് എന്താണ് പറഞ്ഞത്? ولا تقل القرآن خلق قرأته فإن كلام الله باللفظ يوضح ولا تكن في القرآن ولا تقل القرآن خلق قرأته. നീ എന്തു പറയരുത്? ശ്രദ്ധിക്കുക, ഈ ഭാഗം കുട്ടികളെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കുക, വിട്ടുപോകരുത്, മാറിപ്പോകരുത്. നീ എന്തു പറയരുത്? ഖുർആൻ ഞാൻ ഓതിയാൽ അത് സൃഷ്ടിയാണ് എന്ന് നീ പറയരുത്. فإن كلام الله باللفظ يوضح. കാരണം അള്ളാഹുവിന്റെ കലാം അത് പാരായണം ചെയ്ത് തന്നെയാണ് ആളുകൾക്ക് കേൾക്കാനും ആളുകൾക്ക് വ്യക്തമാകാനും അതുകൊണ്ടാണ് സാധിക്കുക. എന്താണ് ഈ പറഞ്ഞത്? ഈ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഖുർആനെ കുറിച്ച് എന്താണ് നമ്മുടെ വിശ്വാസം? ഖുർആനെ കുറിച്ച് നമ്മുടെ വിശ്വാസം, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അതാരു പാരായണം ചെയ്താലും ആര് ഓതിയാലും, ശ്രദ്ധിക്കുക, ശരിക്കും ശ്രദ്ധിക്കുക, ആര് ഓതിയാലും അത് ആരുടെ കലാമാണ്? അള്ളാഹുവിന്റെ കലാമാണ്. ആര് എഴുതിയാലും അത് അള്ളാഹുവിന്റെ കലാമാണ്. ആര് കേട്ടാലും അത് അള്ളാഹുവിന്റെ കലാമാണ്. ആര് ഹിഫ്ളാക്കിയാലും അത് അള്ളാഹുവിന്റെ കലാമാണ്. മനസ്സിലായില്ലേ? നോക്കൂ നിങ്ങൾ, ഖുർആനിൽ ഞാൻ നേരത്തെ ഓതിയ ആയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. സൂറത്തു തൗബയിൽ അള്ളാഹു പറഞ്ഞു, വഇൻ അഹദും മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാം അല്ലാഹ്. മുശ്രിക്കുകളിൽ വല്ലവരും നിന്റെ അരികിൽ അഭയം തേടി വന്നാൽ നീ അവർക്ക് അഭയം കൊടുക്കുക, അവർ അള്ളാഹുവിന്റെ കലാം കേൾക്കട്ടെ. മുശ്രിക്കിന് മുസ്ലിമീങ്ങൾ അഭയം കൊടുത്താൽ മുശ്രിക്ക് ഖുർആൻ കേൾക്കുക ആരിൽ നിന്നാണ്? മുസ്ലിമീങ്ങൾ ഓതുന്നാണ് കേൾക്കുക. ആ മുസ്ലിമീങ്ങൾ ഓതി കേൾക്കുന്നതിനാണ് അള്ളാഹു എന്ത് വിളിച്ചത്? കലാം അല്ലാഹ്, അള്ളാഹുവിന്റെ കലാം എന്ന് വിളിച്ചത്. മനസ്സിലായില്ലേ? അല്ലാതെ ഖുർആൻ അള്ളാഹുവിന്റെ കലാം ആകണമെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കേൾക്കണമെന്നില്ല. ആരിൽ നിന്ന് കേട്ടാലും അത് അള്ളാഹുവിന്റെ കലാമാണ്. ഞാൻ ഉദാഹരണം പറയാം. നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരാൾ മറ്റൊരാളുടെ വാക്ക് എടുത്തുദ്ധരിച്ചാൽ ഞാൻ പറയുകയാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നിങ്ങൾ പറയും, ഇത് എന്റെ വാക്കാണോ? അതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഇവിടെ നോക്കൂ, ഇബ്നു അബീ ദാവൂദിന്റെ നമ്മൾ ഈ പറഞ്ഞ ഈ ഹായിയ എന്ന കവിത അതിനെ 3 വരി നേരത്തെ ഇവിടെ അബ്ദുറഹീം ചൊല്ലി. അബ്ദുറഹീം ചൊല്ലിയത് അബ്ദുറഹീമിന്റെ കവിതയാണോ അല്ല ഇമാം ഇബ്നു അബീ ദാവൂദിന്റെ കവിതയാണോ? ആരുടെ വാക്കാണ്? ഇമാം ഇബ്നു അബീ ദാവൂദിന്റെ വാക്കാണ്. കാരണം ഒരു കലാം അത് ആദ്യം പറഞ്ഞോ ആ പറഞ്ഞവനിലേക്കാണ് ഇത് ചേർത്തുക.
അതല്ലാതെ അത് ഉദ്ധരിക്കുന്നവരിലേക്കല്ല. അതാരുദ്ധരിച്ചാലും അത് ആദ്യം പറഞ്ഞ ആളുടെ വാക്കാണ്. ഖുർആൻ ആര് ഓതിയാലും അത് അള്ളാഹുവിന്റെ കലാമാണ്. ആരെഴുതിയാലും എവിടെ എഴുതിയാലും അത് അള്ളാഹുവിന്റെ കലാമാണ്. കേട്ടാലും അള്ളാഹുവിന്റെ കലാമാണ്. ഹിഫ്ളാക്കിയാലും അത് അള്ളാഹുവിന്റെ കലാമാണ്. ഇതെന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ഇതിലെല്ലാം പിഴച്ച വിശ്വാസമുള്ളവരുണ്ട്. ഇൻഷാ അള്ളാഹ് അതിന് ശേഷം നമുക്കത് പറയാം. ഈ ഭാഗം പ്രത്യേകം ഇമാമുമാർ ഉണർത്തിയതിന് കാരണം മറ്റൊരു പിഴച്ച കക്ഷി മറ്റൊരു വാദവുമായി വന്നു. അവർ പറഞ്ഞു ലഫ്ദീ ബിൽ ഖുർആനി മഖ്ലൂഖ്. എന്താണ് അവരുടെ വാദം? ലഫ്ദീ ബിൽ ഖുർആനി മഖ്ലൂഖ്. ഖുർആൻ ഞാൻ ഓതിയാൽ അത് മഖ്ലൂഖാണ് എന്നൊരു വാദവുമായി വന്നു. അവരുടെ ആ വാദം കാരണത്താൽ ലഫ്ലിയ എന്നാണ് അവർ അറിയപ്പെടുന്നത്. ലഫ്ലിയ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ പാടുണ്ടോ? ലഫ്ലി ബിൽ ഖുർആനി മഖ്ലൂഖ്. ഖുർആൻ ഓതുമ്പോൾ ഉള്ള എന്റെ ലഫ്ൽ അത് മഖ്ലൂഖാണ് എന്ന് പറയാൻ പാടുണ്ടോ? പാടില്ല. പോട്ടെ, ഖുർആൻ ഓതുമ്പോൾ എന്റെ ലഫ്ൽ അത് മഖ്ലൂഖ് അല്ല എന്ന് പറയാൻ പാടുണ്ടോ? അതും പറയാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. എന്താണ്? കാരണം വിശ്വാസ കാര്യങ്ങളിൽ സഹോദരങ്ങളെ, കുട്ടികളെ, നമ്മുടെ വകയായി മുൻഗാമികൾക്കൊന്നും പരിചയമില്ലാത്ത രണ്ട് അർത്ഥങ്ങൾ വന്നേക്കാവുന്ന തെറ്റും ആകാം ശരിയുമാകാം മുഹ്തമലായ വാചകങ്ങൾ, ഇങ്ങനെയുള്ള വാക്കുകൾ പറയാൻ പാടില്ല. ശരിയായ വ്യക്തമായ വാക്കുകളാണ് പറയേണ്ടത്. വളരെ ശ്രദ്ധിക്കുക. എന്താണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? ഈ ഖൗം ഇത് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മൻ ഖാല ലഫ്ദി ബിൽ ഖുർആനി മഖ്ലൂഖ് ഫഹുവ ജഹ്മി വമൻ ഖാല ലഫ്ദി ബിൽ ഖുർആനി ഗൈറു മഖ്ലൂഖ് ഫഹുവ മുബ്തദിഅ. ഖുർആൻ ഞാൻ ഓതുമ്പോൾ എന്റെ ലഫ്ൽ അത് മഖ്ലൂഖാണ്, സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ അവൻ ജഹ്മിയാണ്. ജഹ്മികളുടെ വിശ്വാസമാണ് അവനുള്ളത്. ഇത് നേരെ തിരിച്ച് മഖ്ലൂഖ് അല്ല എന്നൊരുവൻ പറഞ്ഞാൽ അവൻ മുബ്തദിഅണ്, ബിദ്അത്തുകാരനാണ്. കാരണം അങ്ങനെ ഒരു വാക്ക് മുൻഗാമികൾ പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്? ശ്രദ്ധിക്കുക, ഈ കാര്യം ശരിക്കും ശ്രദ്ധിക്കുക നിങ്ങൾ. ലഫ്ദി ബിൽ ഖുർആനി മഖ്ലൂഖ്, ഖുർആൻ ഓതുമ്പോൾ എന്റെ ലഫ്ൽ അത് സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അവിടെ ഉദ്ദേശിക്കപ്പെടാം. കാരണം ലഫ്ൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തലഫുദും ഉദ്ദേശിക്കാം, മൽഫൂദും ഉദ്ദേശിക്കാം. തലഫുദ് എന്നാൽ എന്താണ്? ഖുർആൻ ഓതുമ്പോഴുള്ള എന്റെ ശബ്ദം, എന്റെ നാവിന്റെ ചലനം. നിങ്ങൾ പറയൂ, നമ്മുടെ ശബ്ദവും നമ്മുടെ നാവിന്റെ ചലനവും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ആർക്കാണ് സംശയമുള്ളത്? നമ്മുടെ ശബ്ദം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. നമ്മുടെ ശബ്ദം, നമ്മുടെ നാവും അതിന്റെ ചലനവും അള്ളാഹുവിന്റെ സൃഷ്ടി. ആർക്കാണ് അതിൽ സംശയമുള്ളത്? അപ്പൊ നോക്കൂ നിങ്ങൾ, അങ്ങനെ ഒരു അർത്ഥം അവിടെ വരും. മറ്റൊരർത്ഥം എന്താണ്? ലഫ്ലി എന്ന് പറഞ്ഞാൽ മൽഫൂദ്. എന്താണോ നീ ഓതുന്നത് അത് ഖുർആനാണ്. അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ? സൃഷ്ടിയല്ല. ഓതുന്ന കാര്യം അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. അതേസമയം നീ ഓതുമ്പോൾ നിന്റെ ശബ്ദവും നിന്റെ നാവിന്റെ ചലനവും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഇത് രണ്ടർത്ഥവും ഉദ്ദേശിക്കപ്പെടാം. ലഫ്ദി ബിൽ ഖുർആനി മഖ്ലൂഖ് എന്ന് പറഞ്ഞാൽ ഖുർആനാണ് ഉദ്ദേശമെങ്കിൽ അവിടെ മഖ്ലൂഖാണ്, അത് സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ തെറ്റാകും. ഇനി അതല്ല, നാവിന്റെ ചലനവും ശബ്ദവുമാണ് ഉദ്ദേശമെങ്കിൽ മഖ്ലൂഖ് അല്ല എന്ന് പറഞ്ഞാൽ തെറ്റാകും. മഖ്ലൂഖാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഓരോരുത്തരുടെ ശബ്ദവും അവരുടെ നാവിന്റെ ചലനവുമെല്ലാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള രണ്ടിനും സാധ്യതയുള്ള വാക്ക് പറയാൻ പാടില്ല. മറിച്ച് നോക്കൂ നിങ്ങൾ, നമ്മുടെ മുൻഗാമികൾ നല്ല അവരിൽ നിന്ന് അറിയപ്പെട്ട വളരെ മനോഹരമായ ഒരു വാചകമുണ്ട്. എന്താണത്? ഖുർആൻ ഒരാൾ ഓതുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ? അൽ ഖൗലു ഖൗലുൽ ബാരി വസ്സൗതു സൗതുൽ ഖാരി. അൽ ഖൗലു ഖൗലുൽ ബാരി വസ്സൗതു സൗതുൽ ഖാരി. നീ ഓതുമ്പോൾ ആ ഓതുന്ന ഖൗൽ, ആ വാക്ക് അതാരുടേതാണ്? അത് ബാരി ആയ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിന്റെ പേരുകളിലൊന്നാണ് അൽ ബാരി. എന്നാൽ ഓതുന്ന ശബ്ദമാര അതാരുടേതാണ്? ഖാരി. ആരാണ് ഓതുന്നത്? സൃഷ്ടിയായ കാര്യമുണ്ടല്ലോ, അവന്റെ ശബ്ദമാണ്. പഠിച്ചു വെക്കുക നിങ്ങൾ. അൽ ഖൗലു ഖൗലുൽ ബാരി വസ്സൗതു സൗതു ഖാരി. അൽ ഖൗലു ഖൗലുൽ ഖാരി വസ്സൗതു സൗതുൽ ഖാരി. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. എന്നാൽ നോക്ക്, ഇതിൽ നിന്നെല്ലാം പിഴച്ച വിശ്വാസങ്ങൾ പല കക്ഷികൾക്കുമുണ്ട്. നമ്മുടെ നാട്ടിലെ അശ്അരികൾ
നാട്ടിലെ സമസ്തക്കാരും മറ്റുമെല്ലാം അശാരികളാണ്. കുല്ലാബികളും അശാരികളുമൊക്കെ ആയ ആളുകൾ, അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. ഈ ഖൗമിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണോ കലാമാണെന്ന് പറയും, ഒറ്റ വാക്കിൽ കലാമാണെന്ന് പറയും. അതേസമയം യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസം എന്താണ്? യഥാർത്ഥത്തിൽ അവർ ജഹ്മികളുടെ വിശ്വാസം പേറുന്നവരാണ്. കാരണം അവരുടെ വാക്ക് പ്രകാരം നമ്മൾ ഈ ഓതുന്ന ഖുർആൻ അത് മഖ്ലൂഖല്ല എന്ന് പറയാൻ പറ്റില്ല. അവർ പറയുന്നത് അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ അവനിലുള്ളതാണ്. അത് മറ്റാരെങ്കിലും ഓതിയാൽ പിന്നെ അത് ഖുർആൻ എന്ന് പറഞ്ഞു, അത് അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞുകൂടാ. അത് അള്ളാഹുവിന്റെ കലാമിന്റെ ഒരു ഇബാറത്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഹിക്കായത്ത്, അതിന്റെ ഒരു പതിപ്പ് എന്നൊക്കെ പറയാവുന്നത് മാത്രമാണ്, അള്ളാഹുവിന്റെ കലാമല്ല. സുബ്ഹാനല്ലാഹ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നസ്രാനികൾ ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാറുണ്ട്, ഒരർത്ഥത്തിൽ ദൈവവും മറ്റൊരർത്ഥത്തിൽ മനുഷ്യനും, ആളത്വത്തിൽ അങ്ങനെ ഏകത്വത്തിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരു വാക്ക് അവർ പറയാറുണ്ട്. ഈ രൂപത്തിലുള്ള വാക്കാണ് ഈ ഖൗമിന്റെ വാക്ക്. നോക്കൂ നിങ്ങൾ, ഈ കാര്യം നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. നമ്മൾ വിശ്വസിക്കുന്ന ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, ആര് ഓതിയാലും എഴുതിയാലും പഠിച്ചാലും എല്ലാം. അതേസമയം ഓതുന്നവന്റെ ശബ്ദവും അവന്റെ നാവിന്റെ ചലനവുമെല്ലാം സത്യമാണ്, ഒരു സംശയമില്ല. ഈ വിശ്വാസം നമ്മൾ ശരിക്ക് പഠിക്കുക. ഇതിനെതിരായ തെറ്റായ വിശ്വാസത്തിന്റെ അപകടം എന്താണ്? എന്തിനാണ് പണ്ഡിതന്മാർ ഇതിനെതിരിൽ ഇത്ര കഷ്ടപ്പെട്ടത്, ബുദ്ധിമുട്ടിയത്? അവരിതിനെതിരിൽ ഇത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചത് കാരണം അത് അത്രയും അപകടം പിടിച്ച വാദമാണ്. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സംസാരം എന്ന സിഫത്തിനെ നിഷേധിക്കുക, ഈ വാദത്തിന്റെ 10 അപകടങ്ങൾ സഹോദരങ്ങളെ, കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. 10 അപകടങ്ങൾ. എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യത്തോടെ നമ്മുടെ മുൻഗാമികൾ ഇത് പഠിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാകും. ഒന്ന്, ഇത് നിഷേധിച്ചാൽ അള്ളാഹുവിനെ സ്ഥിരപ്പെട്ട ഒരു സിഫത്താണ് നിഷേധിക്കുന്നത്. അള്ളാഹുവിന്റെ ഒരു സിഫത്ത്, അവന്റെ വിശേഷണമാണ് നിഷേധിക്കുന്നത്. അള്ളാഹുവിന് സ്ഥിരപ്പെട്ട ഒരു സിഫത്ത് ആരെങ്കിലും നിഷേധിച്ചാൽ എന്താണ് അവന്റെ സ്ഥിതി? ഇമാം നുഐം ഇബ്നു ഹമ്മാദ് അൽ-ഖുസാഇ, നേരത്തെ പറഞ്ഞ ഇമാമുമാരിൽ ഒരാൾ, അദ്ദേഹം പറഞ്ഞത് കാണാം, മൻ ജഹദ മാ വസഫ അല്ലാഹു ബിഹി നഫ്സഹു ഫഖദ് കഫർ. അള്ളാഹു അവനുണ്ടെന്ന് പറഞ്ഞ വല്ല വിശേഷണത്തെയും ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അപ്പൊ നോക്കൂ, അള്ളാഹുവിന്റെ വിശേഷണത്തെ നിഷേധിക്കലാണ്. രണ്ടാമത്തെ അപകടം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേര് ന്യൂനത ആരോപിക്കലാണ്. അള്ളാഹു സംസാരിക്കാത്തവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മിണ്ടാത്ത മൂകരോടും അതുപോലെ ജീവനില്ലാത്ത വസ്തുക്കളോടുമൊക്കെയാണ് അവൻ ഉപമിച്ചത്. നഊദു ബില്ലാഹ്. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ കലാമിനെ നിഷേധിച്ചാൽ യഥാർത്ഥത്തിൽ അള്ളാഹു ഇലാഹാണ് എന്നതിനാണ് അവൻ നിഷേധിക്കുന്നത്. കാരണം ഇലാഹിന്റെ സവിശേഷതയാണ് അവൻ സംസാരിക്കുന്നത്. സംസാരിക്കാത്തവൻ ആരാവുകയില്ല? ഇലാഹാവുകയില്ല. സംസാരിക്കാത്തവൻ ഇലാഹാവുകയില്ല. അതുകൊണ്ടാണ് കാളക്കുട്ടിയെ അത് സംസാരിക്കുകയില്ല എന്ന് പറയും. ഇബ്രാഹിം അലൈഹിസ്സലാം ബിംബങ്ങളുടെ മുന്നിൽ നിന്ന് പറഞ്ഞില്ലേ, മാലക്കും ലാ തൻതിഖൂൻ, എന്തെങ്കിലും നിങ്ങൾ മിണ്ടാത്തത്? മാലക്കും ലാ തൻതിഖൂൻ, എന്താണ് നിങ്ങൾ സംസാരിക്കാത്തത്? അത് ന്യൂനതയാണ്. ആ ന്യൂനത ഉള്ളവന് ഇലാഹായിക്കൂടാ. അപ്പൊ അള്ളാഹുവിന്റെ ഇലാഹിയത്തിനെ നിഷേധിക്കലാണ്. 4, അള്ളാഹുവിന്റെ സംസാരത്തെ ഒരുവൻ നിഷേധിച്ചാൽ അള്ളാഹു റബ്ബാണ് എന്നതിനെയാണ് അവൻ നിഷേധിക്കുന്നത് ഫലത്തിൽ. എന്തുകൊണ്ടാണ്? കാരണം അള്ളാഹു അവന്റെ പടപ്പുകളെ പടക്കുന്നത് എങ്ങനെയാണ്? അവന്റെ സംസാരത്തിലൂടെയാണ്. ഇന്നമ അംറു ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹു കുൻ എന്ന അവന്റെ സംസാരത്തിലൂടെയാണ് അവന്റെ പടപ്പുകളെ പടക്കുന്നത്. അപ്പോൾ അവന്റെ റുബൂബിയത്തിനെ, അവൻ ഖാലിഖാണ് എന്നതിനെ നിഷേധിക്കുക ഇതിലൂടെ വന്നു ചേരും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇമാം അഹ്മദിന് മുൻഗാമികൾ പലരും പറഞ്ഞത്, ഈ ജഹ്മികളുടെ വാദത്തിൽ ഫലത്തിൽ ആകാശങ്ങൾക്ക് മുകളിൽ, അർശിന് മുകളിൽ അങ്ങനെ ഒരു റബ്ബില്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. കാരണം ഒരു വിശേഷണവുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ അവസാനം റബ്ബുമില്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുക. അതുപോലെ 5ാമത്തെ കാര്യം, അള്ളാഹുവിന്റെ സന്ദേശം, അവന്റെ റിസാലത്ത് മുഴുവൻ നിഷേധിക്കേണ്ടി വരും. കാരണം അള്ളാഹുവിന്റെ കലാമ് മുഴുവൻ എന്താണ്? അള്ളാഹുവിന്റെ റിസാലത്തുകൾ, നബിമാർക്ക് അവൻ നൽകിയ സന്ദേശം മുഴുവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സംസാരമാണ്. പിന്നെന്താണ് നബിമാർക്ക് അള്ളാഹു വഹിയായി നൽകിയത്? അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇമാം അബൂദാവൂദിന്റെ സുനനിൽ നമുക്ക് കാണാം, ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ വേളകളിൽ ആളുകളൊക്കെ വരുന്ന സമയത്ത് മക്കയിൽ പലയിടങ്ങളിൽ പോയി നിന്ന് പറയും, അലാ റജുലുൻ യഹ്മിലുനി ഇലാ ഖൗമിഹി, ആരെങ്കിലും ഉണ്ടോ എനിക്കൊന്നൊരു സംരക്ഷണം നൽകാൻ? ഫഇന്ന ഖുറൈശൻ ഖദ് മനഊനി അൻ ഉബല്ലിഗ കലാമ റബ്ബി, എന്റെ റബ്ബിന്റെ കലാം എത്തിച്ചു കൊടുക്കാൻ ഖുറൈശികൾ എന്നെ സമ്മതിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്തിച്ചു തന്നത് എന്താണ്? ഈ ദീൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കലാമല്ലേ? അള്ളാഹുവിന്റെ സന്ദേശം നബിമാർ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ സന്ദേശം എന്നാൽ അള്ളാഹുവിന്റെ കലാമാണ്. അപ്പൊ അതില്ല എന്ന് പറയേണ്ടി വരും. ആറാമത്തെ കാര്യം, ഇത് ഏറ്റവും അപകടം പിടിച്ച കാര്യമാണ്. ഈ കൂട്ടത്തിൽ ഈ അപകടങ്ങളിൽ ഏറ്റവും അപകടമാണ്. എന്താണ്? അള്ളാഹുവിന്റെ സംസാരം മഖ്ലൂഖാണ് എന്ന് വന്നാൽ ആ സംസാരിച്ച റബ്ബ് മഖ്ലൂഖാണ് എന്ന് വരും. ആ റബ്ബ് സൃഷ്ടിയാണ് എന്ന് വരും. അതുകൊണ്ടാണ് ഇമാം വഖീ ഇബ്നുൽ ജറാഹ്, മഹാനായ മുൻഗാമിയായ ഇമാം, അദ്ദേഹം പറഞ്ഞു, മൻ സഅമ അന്നൽ ഖുർആന മഖ്ലൂഖുൻ ഫഖദ് സഅമ അന്ന ശൈഅൻ മിനല്ലാഹി മഖ്ലൂഖ്. ഖുർആൻ അല്ലാഹുവിന്റെ ഖുർആൻ മഖ്ലൂഖാണെന്ന് പറഞ്ഞാൽ അല്ലാഹു മഖ്ലൂഖാണ്, അല്ലെങ്കിൽ അല്ലാഹുവിൽ നിന്ന് ഒരു കാര്യം മഖ്ലൂഖാണ് എന്നാണ് അവൻ പറയുന്നത്. ഇമാം മാലിക് പറഞ്ഞു, കലാമുല്ലാഹി വഹുവ മിൻഹു വലൈസ മിനല്ലാഹി ശൈഉൻ മഖ്ലൂഖ്. കലാമുല്ലാഹ് അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അല്ലാഹുവിൽ നിന്നുള്ള അവന്റേതായ ഒന്നും എന്തല്ല, അഥവാ അവന്റെ സിഫത്തുകൾ ഒന്നും തന്നെ സൃഷ്ടിയല്ല, അവന്റെ സിഫത്തുകൾ ഒന്നും തന്നെ സൃഷ്ടിയല്ല. ഇത് നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ചിന്തിക്കുക. അതായത് ഇത് പറഞ്ഞ ഖൗമുണ്ടല്ലോ, മുഅ്തസിലത്ത്, ശ്രദ്ധിക്കുക നിങ്ങൾ, മുഅ്തസിലത്ത് അവരുടെ വാദം എന്താണ്? അവരുടെ വാദം യഥാർത്ഥത്തിൽ മനുഷ്യരുടെ പടപ്പുകളുടെ പ്രവർത്തനങ്ങളൊന്നും അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല എന്നാണ്. കാരണം ഖദർ നിഷേധിക്കുന്നവരാണ് അവർ, മുഅ്തസില. ഖദർ നിഷേധിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ എന്തല്ല, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല എന്നാണ് അവർ വാദം. മറിച്ച് ഓരോരുത്തരുമാണ് അവരുടെ പടപ്പുകളെ സൃഷ്ടിക്കുന്നത്. ആ വാദപ്രകാരം അവന്റെ വാക്ക് സൃഷ്ടിയല്ല, പക്ഷെ അള്ളാഹുവിന്റെ വാക്ക് സൃഷ്ടിയാണ്. നോക്കൂ നിങ്ങൾ, ഇത്ര വലിയ വൈരുദ്ധ്യമാണ്. ആ വാദപ്രകാരം അവന്റെ വാക്ക് അവന്റെ പ്രവൃത്തിയാണ്, അത് സൃഷ്ടിയല്ല. പക്ഷേ അള്ളാഹുവിന്റെ വാക്ക് അത് സൃഷ്ടിയാണ്. ഇത്ര അപകടം പിടിച്ച വാദമാണ്. അതുപോലെ നോക്കൂ, ഏഴാമത്തെ കാര്യം, ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമല്ല എന്ന് വന്നാൽ അത് ഖുർആനിനെ ബഹുമാനിക്കാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടുപോകും. കാരണം ഇതാ ഈ മേശയും ഈ മൊബൈലും ഒക്കെ പോലെ മാത്രമാണ്, ഈ വസ്തുക്കളൊക്കെ പോലെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ കലാം എന്ന് പറഞ്ഞാൽ. ഒരു മരം പോലെ, അല്ലെങ്കിൽ ചവിട്ടി നടക്കുന്ന മണ്ണ് പോലെ, അതൊക്കെ സൃഷ്ടി. അതുപോലെയാണ് അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ. ഖുർആനിനെ ബഹുമാനിക്കാത്ത സ്ഥിതിയിലേക്ക് അത് കൊണ്ടുപോകും. അവരെ കൊണ്ടുപോയിട്ടുണ്ട്. അവർക്കൊരു വാദമുണ്ട്. എന്താണത്? പിഴച്ച ചില കക്ഷികൾക്ക് ഈ വാദമുള്ള ആളുകൾക്കുള്ള മറ്റൊരു വാദമാണെന്ത്? ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ പടപ്പുകൾക്ക് കഴിയില്ല. എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ അത് അള്ളാന്റെ കലാമാണ്, അതുകൊണ്ടാണ് സാധിക്കാത്തത്. പക്ഷെ ഇവരുടെ വാദം എന്താണ്? ഇവരുടെ വാദം അതല്ല, വേണമെങ്കിൽ കൊണ്ടുവരാനൊക്കെ സാധിക്കും, പക്ഷേ അള്ളാഹു അവരുടെ ചിന്ത അതിൽ നിന്ന് തിരിച്ചുവിട്ടതാണ് എന്നാണ് ഖൗമ വാദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആളുകൾക്ക് വേണമെങ്കിൽ കൊണ്ടുവരാനൊക്കെ സാധിക്കും, പക്ഷെ അള്ളാഹു അതിൽ നിന്ന് അവരെ തിരിച്ചുവിട്ടു. സറഫഹും. അതുകൊണ്ട് ഖൗൽ ബിസ്സർഫ് എന്നാണ് ആ വാദത്തിന് പറയുക. ഈ രൂപത്തിൽ ആളുകൾ അതിലേക്ക് നയിക്കും. എട്ടാമത്തെ കാര്യം, ഖുർആൻ അള്ളാഹുവിന്റെ കലാമല്ലെങ്കിൽ പിന്നെ ഖുർആനിലെ വിധിവിലക്കുകൾക്ക് എന്ത് സ്ഥാനമുണ്ട്? നമുക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഖുർആനിന്റെ തീർപ്പ്, തഹ്കീമുൽ ഖുർആൻ, ഖുർആന്റെ വിധി നമുക്ക് സ്വീകരിക്കാം എന്ന് പറയുന്നത് പിന്നെ അർത്ഥമാണുള്ളത്. ഖുർആനിന്റെ വിധി സ്വീകരിക്കാതിരിക്കുക, ഖുർആനിലെ വിധിവിലക്കുകൾ തള്ളിക്കളയുക എന്നതിലേക്ക് അത് കൊണ്ടുപോകും. 9, ഖുർആനിന്റെ സുന്നത്തിനെ വ്യക്തമായി നിഷേധിക്കലാണിത്. കാരണം ഖുർആനും സുന്നത്തിലും വന്നതാണ്, ഖുർആൻ അള്ളാന്റെ കലാമാണ്. 10ാമത്തേത്, ഈ വിശ്വാസം വെച്ചു പുലർത്തിയ നമ്മുടെ മുൻഗാമികളെ, അഹ്ലുസുന്നത്തിന്റെ മഹാന്മാരായ ഇമാമിങ്ങളെ മുഴുവൻ വഴികേടിലാണ്, അവരൊക്കെ വഴികേടിലാണ് എന്ന് വാദിക്കലാകും. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞു. അവരൊക്കെ വിശ്വാസം വെച്ചു പുലർത്തിയവരാണ്. അവരെ ദലാലത്തിലാക്കുന്ന പണിയാണ്. സഹോദരങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഇത് അറിഞ്ഞോ അറിയാതെയോ ഈ ഉമ്മത്തിൽ വന്നു ചേർന്നപ്പോൾ എന്തായി? ആളുകൾക്ക് ഖുർആൻ വിലയില്ലാതായി. ഖുർആൻ ചിലപ്പോൾ ആളുകൾ പാരായണം ചെയ്യുന്നുണ്ടാകും, പക്ഷേ അള്ളാഹുവിന്റെ കലാമാണിത് എന്ന
കാര്യം മനസ്സിലുറച്ചാൽ അത് കേൾക്കുമ്പോൾ അത് പഠിക്കുമ്പോൾ നേരത്തെ ഉണ്ടായതുപോലെ അല്ല ആളുകൾക്കുണ്ടാവുക. നോക്കൂ നിങ്ങൾ, മസറിലെ വലിയ പണ്ഡിതന്മാരിൽ ഒരാൾ അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ അറബിയൊന്നും അറിയാത്ത മറ്റൊരു നാട്ടിൽ നിന്ന് വരുന്ന ആൾ, നല്ല ഖുർആൻ പാരായണം ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം റമദാനിൽ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി തന്റെ നാട്ടിലേക്ക് പോകും. അപ്പൊ അദ്ദേഹം ഖുർആൻ തറാവീഹിൽ നിന്ന് ഓതി തുടങ്ങിയാൽ അപ്പോൾ മസ്ജിദിലുള്ള ആളുകൾ കരയാൻ ആരംഭിക്കും, എല്ലാവരും കരയും. ഇദ്ദേഹം ഈ കാര്യം പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ടാണത്? അവർക്ക് അത്രയും ഖുർആൻ മനസ്സിലാവും എന്നതുകൊണ്ടാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു അക്ഷരം അവർക്ക് അറിയുകയില്ല, ഖുർആന്റെ അർത്ഥം തീരെ അറിയാത്ത അനറബികളായ ആളുകളാണ്. പക്ഷെ ഖുർആൻ കേട്ടാൽ എന്താണ് അവർ പറയുക? അവരുടെ മനസ്സിൽ എന്താണ്? കലാമുല്ലാഹ്, കലാമുല്ലാഹ്, അള്ളാഹുവിന്റെ സംസാരം, അള്ളാഹുവിന്റെ സംസാരമാണ്. അതോർത്തിട്ടാണ് അവർ കരയുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മൾ ഈ കേൾക്കുന്നത്, നമ്മൾ ഓതുന്നത് റബ്ബിന്റെ സംസാരമാണ്. ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിന്റെ സംസാരം, അവന്റെ വാക്കുകളാണ്. സുബ്ഹാനല്ലാഹ്, പടപ്പുകളുടെ വാക്കല്ല. അള്ളാഹുവിന്റെ സംസാരവും പടപ്പുകളുടെ സംസാരവും തമ്മിലുള്ള വ്യത്യാസം നീ അറിയണോ? നിനക്കറിയണോ? അള്ളാഹുവും പടപ്പുകളുമായുള്ള വ്യത്യാസം ചിന്തിച്ചാൽ മതി. അള്ളാഹു അവന്റെ സൃഷ്ടികളും തമ്മിൽ ഇത്ര വ്യത്യാസമുണ്ട്, അള്ളാഹുവിന്റെ സംസാരവും പടപ്പുകളുടെ സംസാരവും തമ്മിൽ അത്രയും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അത് പഠിക്കുക, അത് ഹിഫ്ളാക്കുക അതൊക്കെ വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. എല്ലാ ഖൈറും നമുക്ക് കൊണ്ടുവന്നു തരുന്ന കാര്യമാണ്. ഇത്രയുമാണ് ഖുർആൻ അള്ളാഹുവിന്റെ കലാം എന്ന മസാലയിൽ നമുക്ക് ഈ ചുരുങ്ങിയ സമയത്ത് വിശദീകരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന ആഴ്ച നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.